السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. മുമ്പ് നമ്മൾ തുടങ്ങിവെച്ച ഇൽമു സ്വീകരിക്കേണ്ടത് ആരിൽ നിന്ന് എന്ന വിഷയത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തൊട്ട് മുമ്പുള്ള 2-3 ആഴ്ചകളിൽ സാന്ദർഭികമായിക്കൊണ്ട് നമ്മൾ സൂചിപ്പിക്കേണ്ടതായ ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള നബിദിനാഘോഷം അത് പ്രവാചക സ്നേഹമാണോ എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില ക്ലാസ്സുകൾ നമ്മളെടുത്തു. എന്നാൽ നമ്മൾ തുടങ്ങിവെച്ച വിഷയം പൂർത്തീകരിക്കേണ്ടതുള്ളത് കൊണ്ട് അതിന്റെ ബാക്കി ചില ഭാഗങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ഈ വിഷയ സംബന്ധമായിട്ട് ഇന്നത്തെ ക്ലാസ് കൂടാതെ ഇൻഷാ അല്ലാഹ് ഇതിനോടനുബന്ധമായിക്കൊണ്ട് തന്നെ ബിദ്അത്തിന്റെ ആളുകൾ, അതേപോലെ തന്നെ ഹവയുടെ ആളുകൾ, കളവ് പറയുന്നവർ, അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് വിശദീകരിക്കാനുണ്ട്. അതുകൂടി നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ പറഞ്ഞു വന്നത് ഇൽമു സ്വീകരിക്കേണ്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്നായിരിക്കണം. പ്രസംഗിക്കുന്ന എല്ലാവരിൽ നിന്നും ഇൽമു സ്വീകരിക്കുക എന്നത് അത് ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് വിശദീകരിച്ചു. ഖുർആനും സുന്നത്തും പ്രമാണമായി അംഗീകരിക്കുകയും ആ ഖുർആനിനെയും സുന്നത്തിനെയും സലഫുകൾ മനസ്സിലാക്കിയ പോലെ, സഹാബത്ത് മനസ്സിലാക്കിയ പോലെ, താബീങ്ങളും തബഉ താബീങ്ങളും മനസ്സിലാക്കിയ പോലെ അത് പഠിപ്പിക്കുന്നവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പാടുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, കിബാറുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടാകും, ആ വിഷയത്തിൽ നല്ല ഇൽമും അതേപോലെ തന്നെ വളരെ കൃത്യമായി സലഫിയത്ത് പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ.
അവരുടെ മജ്ലിസുകളിൽ പോയി, അവരുടെ സദസ്സുകളിൽ പോയി, അവരുടെ ദുറൂസുകളിൽ പങ്കെടുത്ത് ഇൽമു സ്വീകരിക്കുക എന്നതാണ് അതിന്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ള, ഏറ്റവും അക്മലായിട്ടുള്ള രീതി എന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അത് സഹാബത്ത് ചെയ്തത്, അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ താബീങ്ങൾ, തബഉ താബീങ്ങൾ, അതിനുശേഷം വന്ന അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ, അതിനുശേഷം വന്നവർ ഒക്കെ സ്വീകരിച്ചിരുന്ന നിലപാട് അതായിരുന്നു. എന്നാൽ ഓരോരുത്തർക്കും കിബാറുകളുടെ അടുത്ത് നിന്ന് ഇൽമു സ്വീകരിക്കുക എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ടും സാധിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ വരുന്ന പ്രത്യേകമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നതും നമ്മൾ പറഞ്ഞു. ഈ കിബാറുകളിൽ നിന്നും ഇൽമു സ്വീകരിച്ച, അവരുടെ മജ്ലിസുകളിലും അവരുടെ ദർസുകളിലും പങ്കെടുത്ത് അവരുടെ ചുണ്ടുകളിൽ നിന്നും നാവുകളിൽ നിന്നും നേരിട്ട് ഇൽമു സ്വീകരിച്ച, ഇൽമു പഠിച്ച ആളുകൾ, അവരുടെ ശിഷ്യന്മാർ, ആ സദസ്സുകളിൽ പങ്കെടുത്ത പണ്ഡിതന്മാരുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കാം. അതേപോലെ തന്നെ പിന്നീട് അവരുടെ ശിഷ്യന്മാരിൽ നിന്ന് നമുക്ക് ഇൽമു സ്വീകരിക്കാം. ആ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഗ്രന്ഥങ്ങളിൽ നിന്ന് നേരിട്ട് ഇൽമു സ്വീകരിക്കുക അത് ശരിയായ രീതിയാണോ അല്ലേ എന്നുള്ളതാണ്. ലോകത്ത് ഈ വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളാവട്ടെ, അതല്ലാത്ത ഗ്രന്ഥങ്ങളാകട്ടെ, അതിന്റെ വിശദീകരണങ്ങളാകട്ടെ, ശർഹുകളാകട്ടെ, അത് ലോകത്തുനിന്ന് ഗ്രന്ഥങ്ങളായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖുമാരുടെ അടുത്ത് നിന്ന് ഇൽമു സ്വീകരിക്കുന്നതിന് പകരം ഇന്ന് ഈ ഗ്രന്ഥങ്ങൾ ലഭിക്കുക എന്നുള്ളത് വളരെ സുഖകരമാണ്. വളരെ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് നേരിട്ട് ഇൽമു സ്വീകരിക്കുക. മാത്രമല്ല, പല അറബി ഗ്രന്ഥങ്ങളിലും ഇന്ന് പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് പലരും സ്വീകരിച്ചു വരുന്ന ഒരു രീതി, കിബാറുകളിൽ നിന്നും അതേപോലെ തന്നെ അവരുടെ ശിഷ്യന്മാരിൽ നിന്നൊക്കെ ഇൽമു സ്വീകരിക്കാൻ അവസരം ഉണ്ടായാലും ആ ഒരു രീതി സ്വീകരിക്കാതെ ഇന്റർനെറ്റ് പരിശോധിക്കുക, എന്നിട്ട് സൈറ്റുകൾ പരിശോധിച്ചിട്ട് അത് സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൽമു നേടുക. അതേപോലെ തന്നെ ഗ്രന്ഥങ്ങൾ, നമുക്ക് ആ ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ്, ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് നേർക്ക് നേരെ ഇൽമു സ്വീകരിക്കുക. എന്നിട്ട് ഞാൻ പണ്ഡിതനാണ് എന്ന് പറയുക, എന്നിട്ട് അങ്ങനെ ആലിമായി ചമയുക. ഈ ഒരു രീതി നമ്മൾ ധാരാളമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആലിമീങ്ങളെ കൊണ്ടും മുഫ്തിമാരെ കൊണ്ടും നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. കാരണം എല്ലാവരും പണ്ഡിതന്മാരാണ് കേരളത്തിൽ, അതേപോലെ തന്നെ എല്ലാവരും മുഫ്തിമാരാണ്, എല്ലാവരും ഖത്തീബുമാരാണ്, എല്ലാവരും പ്രസംഗിക്കും. നല്ല വാചക സാമർത്ഥ്യം ഉണ്ടായാലും മതി, നാവിന് നല്ല നീളുണ്ടായാലും മതി. ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ആളുകളോട് നമ്മളൊന്ന് ചോദിക്കുക, നിങ്ങൾ ഏത് ഷെയ്ഖിൽ നിന്ന് ഇൽമെടുത്ത ആളാ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉസ്താദ് ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജാമ്യയിലാ പഠിച്ചത്, ഏത് കുല്യത്തിലായിരുന്നു നിങ്ങൾ ഇൽമ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ അവരോട് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് അവർ അവരോട് പറയും, ഞാനൊരു ഷെയ്ഖിന്റെ അടുത്തും പഠിച്ചിട്ടില്ല, ഞാനൊരു ജാമ്യയിലും പോയിട്ടില്ല, അതൊക്കെ ഞാൻ പഠിച്ചെടുത്തതാണ്. ഗ്രന്ഥങ്ങൾ നോക്കി, കിതാബുകൾ നോക്കി, ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് അതിലോരോ സൈറ്റുകൾ കയറി, ഇതൊക്കെ ഞാൻ പഠിച്ചെടുത്ത അറിവാണ്, സ്വന്തമായി പഠിച്ചെടുത്തതാണ്. ഇങ്ങനെ ഒരു രീതി നമ്മൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരെ കൊണ്ടും മുഫ്തിമാരെ കൊണ്ടും തപ്പിത്തറഞ്ഞിട്ട് കേരളത്തിൽ നടക്കാൻ പറ്റാത്തൊരു കോലാണ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിലുള്ളത്. എല്ലാവരും ഇതിന്റെ ആൾക്കാരാ, എല്ലാവർക്കും ഫത്വ പറയണം, എല്ലാവർക്കും ആലിമീങ്ങളാകണം. എന്നാൽ ഒരു ഷെയ്ഖിന്റെ അടുത്ത് അവർ പോയിട്ടില്ല, ഒരു ജാമ്യയിൽ അവർ പോയിട്ട് പഠിച്ചിട്ടുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രീതി,
പണ്ഡിതന്മാർ എഴുതി വെച്ച ഇസ്ലാമിന്റെ ബൃഹത്തായ ഗ്രന്ഥശേഖരം, അത് നമുക്ക് വലിയൊരു നിയമത്താണ്. നമ്മൾ ആരും അതിനെ എതിർക്കാനോ നമ്മൾ ആരും അതിനെ നിഷേധിക്കാനോ പോകുന്നില്ല. അതേപോലെ തന്നെ ഇന്ന് ഇൽമ് എന്നത് നമ്മുടെ വിരൽ തുമ്പിലാണ്, നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് അറിവിന്റെ ലോകം തന്നെ. അതിനൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല, അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷെ ഇതൊക്കെ തന്നെ ഒരാൾ സ്വയം പഠിക്കുക, എന്നിട്ട് ഒരാൾ സ്വയം പഠിച്ചിട്ട് ആലിമായി നടക്കുക എന്നുള്ളത് അതൊന്നുകൂടി പരിശോധിക്കേണ്ട കാര്യമാണ്. അത് പണ്ഡിതന്മാർ അത് അനുവദിച്ചിട്ടില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. അങ്ങനെ സ്വയം ഇൽമ് നേടിയിട്ട് ഒരു ഷെയ്ഖും ഇല്ല, ഒരു ഉസ്താദും ഇല്ല, ഒരു കുല്ലിയത്തിലും പോയിട്ടില്ല, ഒരു ദർസിലും അയാൾ ഇരുന്നിട്ടില്ല. എന്നിട്ട് അയാൾ സ്വയം എന്ത് ചെയ്യുക? അയാൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം, കുറച്ച് ഭാഷ അറബി അറിയാം, അറബി ഭാഷ അയാൾ നന്നായിട്ട് കൈകാര്യം ചെയ്യും. എന്നിട്ട് അയാൾ സ്വയം എന്ത് ചെയ്യുക? അത് പരതിയിട്ട് അത് പഠിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പണ്ഡിതന്മാർ ഈ കാര്യം വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ്. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു. നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു കാര്യം, കാന ഹാദൽ ഇൽമു ശൈഅൻ ശരീഫ, അറിവ് എന്നത് വളരെ ശ്രേഷ്ഠമായ ഒന്നായിരുന്നു, പരിപാവനമായ ഒന്നായിരുന്നു ഇൽമു എന്നത്. ഇദാ കാന മിൻ അഫ്വാഹി റിജാലി യതലാഖൗനഹു വയതദാക്കറൂനഹു, ആ ഇൽമിനൊരു ഷറഫ് ഉണ്ടായിരുന്നു, ശ്രേഷ്ഠത ഉണ്ടായിരുന്നു. എപ്പോ? അത് പണ്ഡിതന്മാരുടെ വായകളിൽ നിന്നും നാവുകളിൽ നിന്നും ചുണ്ടുകളിൽ നിന്നും നേരിട്ട് സ്വീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, പണ്ഡിതന്മാരുടെ ചുണ്ടുകളിൽ നിന്നും അവരത് നേരിട്ട് കേൾക്കുകയും അവരത് പഠിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇൽമു എന്നത് ശ്രേഷ്ഠമായ പരിപാവനമായ മഹത്തരമായ ഒന്നായിരുന്നു ഇൽമു എന്നത്. ഇത് ആരാ പറയുന്നത്? ഈ കാലഘട്ടത്തിൽ ജീവിച്ചൊരു പണ്ഡിതന്റെ വാക്കുകളല്ലത്. ഇത് ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള കാരണം, ഇന്ന് മുറി വൈദ്യന്മാർ വിലസിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇൽമിന്റെ രംഗത്ത്. നേരത്തെ നമ്മള് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു വാചകം നമ്മൾ ഉദ്ധരിച്ചിരുന്നു. ആ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, വരാനിരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതും. അദ്ദേഹം പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ ഖുതവാക്കൾ കുറവായിരുന്നു, പണ്ഡിതന്മാർ കൂടുതലുണ്ടായിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഖുതവാക്കൾ കൂടുതലുണ്ടാവും, പണ്ഡിതന്മാർ വളരെ കുറച്ചുണ്ടാവുള്ളൂ, ഇൽമുള്ള ആളുകൾ. ഖുതവാക്കൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നാവിന് നീളല്ല, പ്രാസംഗികന്മാർ. നന്നായിട്ട് അവർ സംസാരിക്കും, വളരെ മനോഹരമായിട്ട് ആരെയും ആകർഷിക്കുന്ന സംസാരമായിരിക്കും, പക്ഷെ അവർക്ക് ഇൽമുണ്ടാവില്ല. ഇന്ന് ആളുകൾ തടിച്ചുകൂടുന്നത് അത്തരത്തിലുള്ള ആളുകളുടെ പിന്നാലെയാണ്. എന്താണ് ശരിയായ ഇൽമ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോവുകയാണ്. എന്താണെങ്കിലും ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ ഇൽമിന്റെ ശ്രേഷ്ഠത പണ്ഡിതന്മാരുടെ നാവുകളിൽ നിന്നും അവർ ഇൽമു സ്വീകരിച്ചപ്പോൾ അതിനുണ്ടായിരുന്നു. എന്നാൽ ഫലമാ സോറഫിൽ കുതുബി, ഈ ഇൽമ് ഗ്രന്ഥങ്ങളിലേക്ക് വന്നു, പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെ ഗ്രന്ഥങ്ങൾ ഉണ്ടായി, പല ബൃഹത്തായ ഇസ്ലാമിന്റെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, അതിനെ വിശദീകരിക്കുന്ന, അതിനെ ശർഹ് ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ, തഫ്സീറുകൾ, അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ വ്യത്യസ്തമായ രചനകൾ, ഇതെല്ലാം ലോകത്തുണ്ടായി. വല്ലാത്തൊരു അനുഗ്രഹം തന്നെ. എന്നാൽ ഇതുണ്ടായപ്പോൾ സംഭവിച്ച ഒന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്, ഫലമ്മാ സോറഫിൽ കുതുബി ദഹബ നൂറുഹു, അത് ഗ്രന്ഥങ്ങളിലേക്ക് വന്നപ്പോൾ അതിന്റെ നൂറ്, അതിനൊരു വെളിച്ചുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇൽമു എന്നതിന് അതിനൊരു വെളിച്ചുണ്ടായിരുന്നു, അതിന്റെ നൂറ് നഷ്ടപ്പെട്ടു, അതിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു, അതിന്റെ പ്രകാശം, നൂറ്, അതിന്റെ പ്രകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. വസോറ ഇലാ ഗൈരി അഹ്ലിഹി, അതിൻ്റെതായ, അതിന്റെ അഹ്ലുകാരല്ലാത്തവരിലേക്ക് ഇൽമെത്തി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇൽമ് അതിൻ്റെതായ ആളുകളുണ്ട്, അതിൻ്റെതായ അഹ്ലുകാരുണ്ട്. എന്നാൽ ഇത് ഗ്രന്ഥങ്ങളിലേക്ക് വന്നു. ഗ്രന്ഥങ്ങളിലേക്ക് ഇത് വന്നപ്പോൾ എന്തായി? അത് ഉപയോഗിക്കേണ്ടതല്ലാത്ത രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തിയപ്പോൾ അതിന്റെ നൂറ്, അതൊരു വെളിച്ചമായിരുന്നു, അതൊരു പ്രകാശമായിരുന്നു. ആ പ്രകാശം നഷ്ടപ്പെട്ടു. അതിൻ്റെതായ അഹ്ലുകാരല്ലാത്തവർ അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് പറയുന്നത് വളരെ മുമ്പ് ജീവിച്ച ഇമാമികളിൽ പ്രഗത്ഭനായ ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്.
അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യമാണ്. നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ ഇൽമു സ്വീകരിക്കാനുള്ള ഒരുപാട് രീതികളിൽ അതിൽ ഒന്നാമത്തെ രീതി, ഏറ്റവും പരിപൂർണമായ രീതി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കിബാറുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക, അല്ലെങ്കിൽ ആ കിബാറുകളുടെ ശിഷ്യന്മാരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹ്ലുസുന്നയുടെ മൻഹജും ഉസൂലും അംഗീകരിക്കുന്ന പ്യുവർ സലഫികളായിരിക്കണം. അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക, അതേപോലെ തന്നെ അവരുടെ ശിഷ്യന്മാരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക. രണ്ടാമത്തെ രീതി പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാം. എന്നാൽ അതിനവർ ചില നിബന്ധനകൾ വെച്ചു. കാരണം ഇതെല്ലാവരും കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയല്ല. എല്ലാവർക്കും പോയിട്ട് ഇന്നിപ്പോ ഗ്രന്ഥങ്ങളുണ്ട്, ബുഖാരി എടുത്തിട്ട് വായിച്ചു നോക്കുക, അതേപോലെ തന്നെ ഖുറാന്റെ തഫ്സീറുകൾ എടുക്കുക, അതേപോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുക്കുക. ഇതുകൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങൾ, അങ്ങനെ ഒരാൾ ഒറ്റക്ക് പഠിക്കുക എന്നുള്ള രീതി അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല. ഒറ്റക്ക് പഠിച്ചിട്ട് ആലിമാകുക, ഒറ്റക്ക് പഠിച്ചിട്ട് മുഫ്തികളാകുക. ഇന്നിപ്പോ ഈ വാട്സപ്പുകളിലൂടെ, അതേപോലെ തന്നെ ഫേസ്ബുക്കുകളിലൂടെ, അതേപോലെ തന്നെ പ്രഗത്ഭരായ പ്രാസംഗികന്മാര് ഇങ്ങനെ ഫത്വ നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകള്, അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കി, നിങ്ങൾ എവിടുന്നാണ് ഇൽമെടുക്കുന്നത്? ഞാൻ ആരുടെ ഇൽമെടുക്കുന്നത്? എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, അതിന്റെ ട്രാൻസ്ലേഷനുകളുണ്ട്, ഞാനത് എടുത്തിട്ട് പഠിക്കാന്. ഈ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ പിന്നെ പലരും സ്വീകരിച്ചു വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഇനി പിന്നെ ഒന്നും തിരിയാത്ത ഒരാള് ഈ ഗ്രന്ഥങ്ങൾ അവലംബിച്ചാൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്ക് ചെല്ലരുത് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം, കിതാബ് തിരിയാത്ത ആളുകൾ ഇത് ചെയ്താൽ വലിയ അപകടങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും. നമ്മൾ സാധാരണ പറയലുണ്ട് കിതാബ് തിരിയണം എന്നുള്ളത്. കിതാബ് തിരിയാത്ത ആള് ഈ ഗ്രന്ഥങ്ങൾ കൊണ്ട് അയാൾ എന്താ ചെയ്യാ? എന്നിട്ട് ഇതിന്റെ ABCD അറിയാത്ത ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഫത്വ കൊടുക്കുന്നത്. ഇതിന്റെ ABCD അറിയാത്ത ആളുകളാണ് വലിയ ഖത്തീമാരായിട്ട് നടക്കുന്നത്. അവർ വലിയ പണ്ഡിതന്മാരാണ്, അവരാണെന്ന് ക്ലാസ്സുകൾ എടുക്കുന്നത്. അവരിൽ നിന്നാണ് ആളുകൾ പോയിട്ട് ഇൽമു സ്വീകരിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത്? ഫെയിലും ഫായിലും തിരിയണം എന്നുള്ളത്. ഇത് തിരിയാത്ത ആളുകൾ എങ്ങനെ കിതാബ് വായിച്ചിട്ട് അവര് ഇൽമു സ്വീകരിക്കുക? അങ്ങനെ ഇൽമു സ്വീകരിക്കുന്ന ആളുകൾ അടുത്ത് പോയിട്ട് നമ്മൾ എങ്ങനെ ഇൽമെടുക്കുക? സാധാരണ നമ്മൾ പറയല്ലേ, കിതാബ് തിരിയാത്തവൻ എന്ത് ചെയ്യും? ആ കിതാബും കൊണ്ട് തിരിയേണ്ടി വരും. അറബി ഭാഷയുടെ ബാലപാഠം പോലും അറിയാത്ത ആളുകൾ, അതിന്റെ ഫെയിലും ഫായിലും തിരിയാത്ത ആളുകൾ, കുറച്ച് ഇംഗ്ലീഷ് ഭാഷ അവർക്ക് അറിയുന്ന കരുതി, അല്ലെങ്കിൽ അറബി ഭാഷയിൽ കുറച്ച് കഴിവുണ്ട് എന്ന് കരുതി അവരെങ്ങനെ ഇതിൽ നിന്ന് നേരിട്ട് എങ്ങനെ അവർ ഇൽമു സ്വീകരിക്കുക? ഒരു പണ്ഡിതന്റെയും സഹായം ഇല്ലാതെ. മാത്രമല്ല, പണ്ഡിതന്മാര് പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്താരോ, ഇതെല്ലാം തിരിയുന്ന ഒരാളാണെങ്കിൽ തന്നെ അയാൾക്ക് അറബി ഭാഷ അറിയാം, അതിന്റെ ഉസൂലുകൾ അറിയാം, നിയമങ്ങൾ അറിയാം. എന്നാലും അയാൾ എന്ത് ചെയ്യണം? പണ്ഡിതന്മാരുടെ സഹായം തേടണം. ഇതൊക്കെ അറിയുന്ന ഒരാളാണ്. അയാൾക്ക് നേരിട്ട് കിതാബ് തിരിയാ, അയാൾക്ക് കിതാബിൽ നിന്ന് ഇൽമെടുക്കാൻ സാധിക്കും, ഇസ്തിംബാത്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഉസൂലുകളും കായിദകളും ഒക്കെ അയാൾക്ക് അറിയാം. എന്നാലും അയാൾ എന്ത് ചെയ്യണം? അയാള് കിബാറുകളുടെ, അതേപോലെ തന്നെ അവരുടെ ശിഷ്യന്മാരുടെ സഹായത്തോട് കൂടിയിട്ട് ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാവുന്നതാ. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇവർക്ക് അറബി ഭാഷ അറിയോ എന്നുള്ളത് പോലും നമ്മൾ നോക്കുന്നില്ല. അവരെവിടുന്നാണ് ഇൽമു പഠിച്ചത് എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ഇതൊരു രീതിയായി ആളുകൾ സ്വീകരിച്ചു വരികയാണ്. ഇത് വലിയ അപകടമാണ് ഇത് വരുത്തി വെക്കുന്നത്. കാരണം ഇസ്ലാമിന് ചില നിയമങ്ങളുണ്ട്. ഇപ്പൊ അറബി ഭാഷ, ഒരാൾക്ക് അറബി ഭാഷ അറിയുമെന്ന് കരുതിയിട്ട് അയാൾക്ക് നേരിട്ട് കിതാബ് വായിച്ചാൽ അയാൾക്ക് മനസ്സിലാണെന്നുണ്ടോ? അയാൾക്ക് ഭാഷയിൽ നല്ല കഴിവുണ്ട്, അറബി ഭാഷ അയാൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, അതിന്റെ നിയമങ്ങളൊക്കെ അറിയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇസ്ലാമിന്റെ ഈ കാര്യങ്ങൾക്ക് എന്തുണ്ട്? ഒന്ന്, അറബി ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ നഹ്വ്, സറഫ്, അതിന്റെ ഭാഷാപരമായിട്ടുള്ള പ്രയോഗങ്ങള്, ഇതൊക്കെ അയാൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് അപകടം സംഭവിക്കും. പിന്നെ എങ്ങനെ അയാളടുത്ത് പോയിട്ട് നമ്മൾ ഇൽമു സ്വീകരിക്കുക? ഇനി ഇതൊക്കെ തിരിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇസ്ലാമിൽ ചില സാങ്കേതിക ശബ്ദങ്ങളുണ്ട്. ആ സാങ്കേതിക ശബ്ദങ്ങൾ ഉപയോഗിക്കേണ്ടടുത്ത് ഭാഷാപരമായ പ്രയോഗം ഭാഷാപരമായത് നമ്മൾ പ്രയോഗിച്ചാൽ ആണ് അബദ്ധം വരും, വലിയ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടും. അതേപോലെ തന്നെ ഖുർആനെ സംബന്ധിച്ച്, ഹദീസിനെ സംബന്ധിച്ച് അയാൾക്ക് നസ്ഖ് എന്താന്ന് തിരിയണം, നാസിഖ് മൻസൂഖ് തിരിയണം. അതേപോലെ തന്നെ മുഫസ്സൽ മുജ്മൽ അതെന്താന്നുള്ളത് തിരിയണം. അതേപോലെ തന്നെ ആം എന്താണ്, ഖാസ് എന്താണ്, ഇതയാൾക്ക് മനസ്സിലാകണം. അതേപോലെ തന്നെ ലൈഫായ ഹദീസുകൾ, അതേപോലെ തന്നെ സ്വഹീഹ് ഹദീസുകൾ, അതിന്റെ മാനദണ്ഡങ്ങൾ, അതെങ്ങനെയൊക്കെയാണ് വേർതിരിക്കപ്പെടുന്നത്. ഇതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ചില സാങ്കേതിക ശബ്ദങ്ങൾ ഉണ്ടാവും, ഇസ്ലാഹി ആയിട്ടുള്ള സാങ്കേതിക ശബ്ദങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ അയാൾക്ക് തിരിയണം.
ഇതേപോലെ തന്നെ ഖുർആനിന്റെ ചില ആയത്തുകൾ തന്നെ അതിനെ വിശദീകരിക്കും. ഇതൊന്നും അറിയാത്ത ഒരാള്, അയാൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഭാഷയിൽ അറിയാം എന്ന് കരുതിയിട്ട് അയാളെങ്ങനെ ഇതിനെ അവലംബിച്ചിട്ട് അയാൾ പഠിച്ചിട്ട് എന്നിട്ട് അയാളിൽ നിന്ന് നമ്മൾ ഇൽമു സ്വീകരിക്കുക, അതെങ്ങനെ ഒരാൾക്ക് സാധിക്കും? ഇതാണ് ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെടുത്ത് നിന്ന് ഇൽമു സ്വീകരിക്കുന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ പോയിട്ട് ഇരിക്കരുത്. ഏതൊരാളെ എഴുന്നേറ്റുന്നാലും നമ്മൾ അവിടെ പോയിട്ടിരിക്കും, ഇത് ഇൽമല്ലേ എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ആ രീതി ശരിയല്ല എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഇപ്പൊ നമ്മളൊരു പള്ളിയിൽ പോവുകയാണ്, അവിടെ ഒരു ക്ലാസ് ഉണ്ട്, നമ്മൾ അവിടെ ഇരുന്ന് കൊടുക്കുകയാണ്. അയാൾക്ക് താടി ഉണ്ടാവും, നീണ്ട കുപ്പായ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അയാൾ ഇൽമു സ്വീകരിക്കുന്നത് ആരിൽ നിന്നാ? അതേ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അയാൾ പറയുന്ന കാര്യങ്ങൾ അത് ഖുർആനും സുന്നത്തിനെതിരാണോ? അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണോ? അത് ഖുർആനിലുള്ളതാണോ ഹദീസിലുള്ളതാണോ? അതൊക്കെ നമുക്ക് അറിയണ്ടേ? കാരണം ഇത് നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. നമ്മൾ ഒരാളിൽ നിന്ന് മതപരമായ ഒരു ദീൻ ഒരാളിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ സ്വർഗത്തിലെത്താനുള്ള ഒരു വിഷയം, ഒരു കാര്യമായിരിക്കും നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അമൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാം. അപ്പൊ അയാൾ പറയുന്നത് അത് ശരിയായ സലഫിയത്ത് അനുസരിച്ചല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പക്ഷെ നമ്മൾ ആ കാര്യം കൊണ്ട് നമ്മൾ നരകത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരും. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം നമ്മൾ എടുത്തിരിഞ്ഞു, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും. ഈ ഇൽമു എന്നത് ദീനാണ്. അതുകൊണ്ട് ആരിൽ നിന്നാണ് ദീൻ സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ പരിശോധിക്കണം. പ്രസംഗിക്കുന്ന എല്ലായിടത്തുനിന്നും പോയിട്ട് ഇൽമു സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ പരലോകത്ത് നഷ്ടപ്പെടുത്തും. അത് പണ്ഡിതന്മാരെ വ്യക്തമാക്കിയെ നമ്മൾ ഉദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ സലഫുകളായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യം എന്താ അറിയോ? ഇങ്ങനെ ഒരു ഷെയ്ഖിന്റെ അടുത്തൊന്നും ഇൽമു എടുത്തിട്ടില്ല, അതേപോലെ തന്നെ ഒരു ജാമ്യയിലും അയാൾ പോയിട്ടില്ല. പക്ഷെ അയാള് മുഫ്തിയാണ്, അയാൾ ആലിമാണ്. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞു അയാളെ ആലിം എന്ന് പറയാൻ പറ്റൂല. അയാൾ ശരിക്കും ആരാണ് അറിയോ? അയാളെ സുഹഫി എന്നാണ് പറയാ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ആലിം എന്ന് വിളിക്കാൻ പോണ്ട. ഞാൻ പറയുന്നത് അറബി ഭാഷയുടെ ബാലപാഠം പോലും പഠിക്കാത്ത ആളുകള്, അയാള് 5 വർഷം പോലും ഒരു അറബി കോളേജിൽ പോലും അയാൾ പോയിട്ടില്ല, ഒരു ദർസിലും അയാൾ പോയിരുന്നിട്ടില്ല. പക്ഷെ അയാൾ ഫത്വ പറയുന്നു, അയാള് ഷെയർ ചെയ്യുന്നു, അയാള് മതകാര്യങ്ങൾ സംസാരിക്കുന്നു, അയാള് ഖുത്ബ പറയുന്നു, അയാള് ദീന് സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇയാളെ ആലിം എന്നല്ല പറയാ, പിന്നെന്താ ഇയാളെ കുറിച്ച് പറയാ? സുഹഫിയുൻ എന്നാ. സുഹഫ് എന്താ അർത്ഥം? ഏട്, പേജ്, ഗ്രന്ഥം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇയാളെ ആലിം എന്ന് വിളിക്കൂല. ഇത് ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ട് നമ്മൾ ആരിൽ നിന്നാണോ ഇൽമു സ്വീകരിക്കുന്നത് അത് ശരിക്കും പഠിച്ചോ. നമ്മൾ ക്ലാസ് കേൾക്കുന്ന ആള്, നമ്മൾ ദീൻ എടുക്കുന്ന ആള്, അയാൾ സ്വയം ഒരു ഷെയ്ഖോ അയാൾക്കില്ല. അയാൾക്ക് ഒന്നും തിരിയില്ല. പക്ഷെ അയാൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം, കുറച്ച് ഭാഷ അറിയാം. അയാൾ ആലിം എന്ന് വിളിക്കരുത് എന്ന് ഇതാരാ പറഞ്ഞത്? ഖതീബുൽ ബഗ്ദാദി. എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാ. അദ്ദേഹം മുഹദ്ദിസീങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വാചകം ശ്രദ്ധിച്ചു കേട്ടോ. അദ്ദേഹം പറഞ്ഞു, മൻ ത്വാല അൽ കുതുബ ലി നഫ്സിഹി. ഒരാൾ സ്വയം ഗ്രന്ഥങ്ങളെ റഫറൻസ് ചെയ്യാണ്. നമുക്ക് ഇന്റർനെറ്റ് ഇല്ല, ഇതൊരു ലോകമാണ് യഥാർത്ഥത്തിൽ. ഇൽമിന്റെ ബഹറാണ് നമ്മുടെ മുമ്പിൽ, അല്ലെ? ലോകം വിരൽത്തുമ്പിൽ എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ അറിയോ? ട്രെയിനിങ് കിട്ടാതെ ഒരാളെ ഇൽമിന്റെ ലോകത്തിലേക്ക് ഒരാൾ കടന്നു ചെന്നാൽ നീന്തൽ അറിയാത്ത ഒരാൾ സമുദ്രത്തിൽ ചാടുന്നത് പോലെയാണ്. അയാളെ മുമ്പിൽ ഇൽമിന്റെ ബഹറാണ് ഇന്റർനെറ്റിൽ. പക്ഷെ അയാൾക്ക് ഇതൊന്നും അറിയില്ല, അയാൾക്കൊരു ഷെയ്ഖും വേണ്ട. എന്നിട്ട് അയാൾ അതിൽ നിന്ന് ഇൽമെടുത്തിട്ട് ഇങ്ങനെ ഫത്വ, ഇങ്ങനെ മുഫ്തി, അയാൾ ഖുത്ബ പറയുന്നു, അയാൾ ക്ലാസ് എടുക്കുന്നു, അയാളെ വീട്ടിലെ ആൾക്കാർ വരുന്നുണ്ട്, അയാൾ ദർസ് എടുക്കുന്നുണ്ട്. ഇയാളുടെ സ്ഥിതി എന്താന്നാ പണ്ഡിതന്മാര് പറഞ്ഞത്? നീന്തൽ അറിയാത്ത, നീന്തല് അതിന് പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ഒരാള് സമുദ്രത്തിൽ ഇറങ്ങിയാൽ എന്താ മട്ടം? അയാളെ തിരമാല കൊണ്ടുപോകും, അയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കൂല. ഇതേപോലെ നീന്തൽ അറിയാത്ത ഒരാള് ഇതിലേക്ക് ചാടിയ പിന്നെ അയാളെ കഥ പറയണ്ടോ? ഇതേ രീതിയായിരിക്കും.
കാരണം എന്തൊരു സാധനത്തിനും ട്രെയിനിങ് വേണം. ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കോ? നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എവിടുന്നാ പഠിച്ച്, എന്താ നിങ്ങളെ യോഗ്യത, നിങ്ങൾ എത്ര കൊല്ലത്ത് പഠിച്ചു, നിങ്ങൾ ഇത് ഒറിജിനലാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമ്മൾ പരിശോധിക്കും. എന്നാൽ ഞാൻ പണ്ഡിതനാണെന്ന് പറഞ്ഞാലോ, നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ അതനുസരിച്ച് അമല് ചെയ്യണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ സ്വീകരിക്കണ്. ഇതെന്തൊരു കഷ്ടമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് പരലോകത്തിന്റെ കാര്യം. അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അത് അനുസരിച്ചാൽ ഞാൻ പറയുന്നത് ഖുർആനും സുന്നത്തും ഇല്ലതല്ലെങ്കിലോ? അപ്പൊ ഞാൻ എവിടുന്നാണ് ഇൽമെടുത്തുന്നത്, ഞാൻ എത്ര കൊല്ലം ജാമ്യയിൽ പഠിച്ചു, എന്റെ അധ്യാപകർ ഏതൊക്കെയാണ്, ഞാൻ ഏതെല്ലാം ഷെയ്ഖുമാരിൽ നിന്ന് ഇൽമെടുക്കുന്നുണ്ട്, അത് നിങ്ങൾ പരിശോധിക്കണം. അത് പരിശോധിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അപ്പൊ ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂല. അപ്പൊ ദുനിയാവിന്റെ കാര്യത്തിൽ പോലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഒരാള് ഡ്രൈവിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് അയാള് പുസ്തകം എടുത്തിട്ട് പഠിച്ചു. എന്നിട്ട് അയാൾ ഡ്രൈവ് ചെയ്താൽ എന്താ ഉണ്ടാകുക? ഇത് ഏതൊരു കാര്യം ഇങ്ങനത്തെ അല്ല. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ നമുക്കിതൊന്നും പ്രശ്നമില്ല. ആരെ മുമ്പിലും പോയിട്ട് നമ്മൾ ഇരിക്കും. കാരണം നല്ല സാഹിത്യ സംസാരമായിരിക്കും. അയാളെ വർത്താനം കേട്ടാൽ തന്നെ ആളുകൾക്ക് ഇങ്ങോട്ട് അയാളോടുള്ള പിരിശം സ്നേഹം ഇങ്ങോട്ട് കൂടും. അപ്പൊ അയാളെ മുമ്പിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ്. ചിലപ്പോൾ അഖീദക്ക് വിരുദ്ധമായ കാര്യമായിരിക്കും. ശരിക്ക് അഖലാനിയത്തും മുഅ്തസിലത്തും അങ്ങനെ സംസാരിക്കാനുണ്ടാവും. നല്ല സംസാരിക്കുക. അയാളുടെ സംസാരം കേട്ടാൽ എന്താന്നൊക്കെ നമ്മൾ പറയും. യഥാർത്ഥത്തിൽ അത് പരിശോധിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. എന്താ ഖതീബുൽ ബഗ്ദാദി പറഞ്ഞത്? ഞാനത് പൂർത്തിയാക്കിയില്ല. അദ്ദേഹം പറഞ്ഞതെന്താ? മൻ ത്വാലഅൽ കുതുബ ലിനഫ്സിഹി, ഒരാളെ ഗ്രന്ഥങ്ങളെ റഫറൻസ് ചെയ്യാണ് സ്വയം, ബിദൂനി മുഅല്ലിമിൻ, കണ്ടോ, ഒരു അധ്യാപകനെ കൂടാതെ ഏതൊരു സംഗതിക്കും അത് പഠിപ്പിച്ചു തരാൻ ഒരാൾ വേണം. ഇല്ലെങ്കിൽ ആ സംഗതി നടക്കോ? ആയുധം, ഒരു തോക്ക്, അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്? ആ വിഷയത്തിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ വായിച്ചു. എനിക്ക് ആ തോക്ക് പ്രയോഗിക്കാൻ കൂട്ടരെ ഇതേപോലെ തന്നെയല്ലേ ഗ്രന്ഥങ്ങള്? അതിൻ്റെതായ നിയമങ്ങളും അതിൻ്റെതായ കായികകളും അറിയണ്ടേ? പിന്നെ എങ്ങനെ അവരെടുത്ത് പോയിട്ട് നമ്മൾ ഇൽമു നേടും? അല്ലെങ്കിൽ ഈ രൂപത്തിൽ നമുക്കെങ്ങനെ ഇൽമു സ്വീകരിക്കാൻ പറ്റും? അപ്പോ പിന്നെ ഖതീബുൽ ബഗ്ദാദി പറയുന്നത്, ഒരു അധ്യാപകനെ കൂടാതെ, ഒരു പണ്ഡിതനെ കൂടാതെ ഒരാൾ സ്വയം ഗ്രന്ഥങ്ങളൊക്കെ റഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ യുസമ്മ സഫിയൻ, അയാളെ പേര് വിളിച്ചോളി. എന്ത്? ആലിമ് എന്ന് വിളിക്കാൻ പോണ്ട. അയാൾ ആരാണ്? സഫിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് ഇന്ന് എത്ര ആളുകള്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞതുപോലെ മുറിവൈദ്യന്മാർ ഏറ്റവും കൂടുതൽ വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം ഇൽമു പഠിക്കാൻ ഒരാൾക്കും സമയമല്ല, ഒരാൾക്കും അതിന് സമയമല്ല. ആഴ്ചയിൽ 1 മണിക്കൂർ പോലും ഉപയോഗപ്പെടുത്താനോ അങ്ങനെയുള്ള സദസ്സുകളിലേക്ക് വരാനോ അതിനുള്ള താല്പര്യമോ ഒരാൾക്കുമില്ല. എല്ലാവർക്കും ഫത്വ പറയണം, എല്ലാവർക്കും ദീനി കാര്യങ്ങൾ സംസാരിക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം, എല്ലാവർക്കും അത് സംസാരിക്കണം. ഇതെങ്ങനെ? ഇതാണ് ഇമാം ഔസാഇ പറഞ്ഞത്. ഈ ഇൽമിനൊരു പരിഭാവനത ഉണ്ടായിരുന്നു, ഒരു നിലയും വിലയുണ്ടായിരുന്നു. പക്ഷെ അത് ഗ്രന്ഥങ്ങളിലേക്ക് വന്നു. അദ്ദേഹം ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തിയതിനെ വിമർശിക്കല്ല അദ്ദേഹം ചെയ്യുന്നത്. ഗ്രന്ഥങ്ങളിലേക്ക് വന്നപ്പോൾ എല്ലാവരും അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങി, തോന്നിയ പോലെ അത് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. അത് ഞാൻ വിശദീകരിക്കുന്നുണ്ടത്. അപ്പോ ഇമാം ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അയാൾ എന്താ പേര് പറയാ? പഠിച്ചു വെച്ചോളി, യുസമ്മ സഫിയൻ. അയാളെ ആലിമ് എന്നല്ല പറയേണ്ടത്. നമുക്ക് ചിലപ്പോൾ അയാൾ ആലിമായിരിക്കും. എന്തൊരു സംസാരം, അല്ല സംസാരം ഇങ്ങനെ കേട്ടാലും മണിക്കൂറുകളോളം ഇരുന്ന് പോവും. പക്ഷെ അള്ളാന്റെ വേണ്ടുകോല് ഒരു അറബി കോളേജിൽ പോലും അയാൾ പോയിട്ടുണ്ടാവില്ല, ഒരു ദർസിലും അയാൾ പങ്കെടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അയാളായിരിക്കും മുഫ്തി, ആ നാട്ടിലത്തെ വലിയ ഖാദി അയാളായിരിക്കും. അപ്പൊ നമ്മള് പരിശോധിക്കണം. അപ്പൊ അയാൾക്ക് എന്താ പറയാ? സഫി. വലാ യുസമ്മ മുഹദ്ദിസൻ, അയാൾ എന്ത് പറയാൻ പറ്റൂല? മുഹദ്ദിസ് എന്ന് പറയാൻ പറ്റൂല, ഹദീസ് പണ്ഡിതൻ എന്നാളെ പറയാൻ പറ്റൂല. വമൻ ഖറഅൽ ഖുർആന ലിനഫ്സിഹി, ഇനി ഒരാൾ ഖുർആൻ ഓതാൻ പഠിച്ചു സ്വയം, ബിദൂനി മുഅല്ലിമിൻ, അയാൾക്കത് പഠിപ്പിച്ചു തരാൻ ആളൊന്നുമില്ല. അങ്ങനെ ഒരാൾ ഖുർആൻ പഠിച്ചു, ഒരു പണ്ഡിതനെ കൂടാതെ ഒരാൾ ഖുർആൻ പഠിച്ചു, അയാൾക്ക് കാരി എന്ന് പറയോ?
ഇല്ല എന്നാണ് ഖതീബുൽ ബഗ്ദാദി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു യുസമ്മ മുസ്ഹഫിയൻ, അയാൾക്ക് എന്താ പറയാ, മുസ്ഹഫിയൻ. വലാ യുസമ്മ ഖാരിയൻ, അയാൾ എന്ത് പറയാൻ പറ്റൂല, ഖാരി എന്ന് പറയാൻ പറ്റൂല. അല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ എന്നല്ല അയാളെ പറയണ്ടേ, കാരണം അയാളെ സ്വയം പഠിച്ചതാണ്. ഇത് ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. ഇനി ഇത് മാത്രല്ല, പിന്നെ ഒരു പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട്, അത് പിന്നെ സലഫുകൾക്കിടയിലൊക്കെ അറിയപ്പെട്ട ഒരു ചൊല്ലാണ്. എന്താ ചൊല്ല് അറിയോ? മൻ കാന ശൈഖുഹു കിതാബഹു ഫഖതൗഹു അക്സറ മിൻ സവാബിഹി. ഇതാണ് ആ ചൊല്ല്. മൻ കാന ശൈഖുഹു കിതാബഹു ഫഖതൗഹു അക്സർ മിൻ സവാബിഹി. ഒരാളുടെ ഷെയ്ഖ് ആരാണ്? കിതാബാണ്. അയാളെ ഷെയ്ഖ് ആരാണ്? കിതാബാണ്. എങ്കിൽ അവൻ അബദ്ധമാണ് കൂടുതൽ സംഭവിക്കുക. ഇത് അറബി ഭാഷയിൽ സലഫുകൾക്കിടയിൽ അറിയപ്പെട്ട ഒരു പ്രസിദ്ധമായൊരു ചൊല്ലാണ്. ഒരാളുടെ ഷെയ്ഖ് കിതാബാണെങ്കിൽ അയാൾക്ക് അധികവും സംഭവിക്കുന്നത് എന്തായിരിക്കും? അബദ്ധമായിരിക്കും. എന്തുകൊണ്ട്? അയാൾക്കിത് അറിയില്ല. ഈ ഒരു വാചകത്തെ സംബന്ധിച്ച് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇന്ന് ഗ്രന്ഥങ്ങളുണ്ടല്ലോ, നമുക്കത് ഉപയോഗപ്പെടുത്തിക്കൂടെ? പക്ഷെ ഇങ്ങനൊരു ചൊല്ല് അത് സലഫുകൾക്കിടയിൽ അറിയപ്പെട്ടതാണല്ലോ. ഒരാളുടെ ഷെയ്ഖ് കിതാബാണെങ്കിൽ അയാൾക്ക് അബദ്ധമായിരിക്കും കൂടുതൽ സംഭവിക്കുക. ഇതിനെ സംബന്ധിച്ച് വളരെ മനോഹരമായ രീതിയിൽ ഷെയ്ഖ് ഇബ്നു ബാസ്, അദ്ദേഹം സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു, നമുക്കറിയാം, ഹദീസായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? ഈ ഇബാറത്ത്, ഈ പറഞ്ഞ വാചകം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയണട്ടോ, വഹാദാ സ്വഹീഹുൻ, ഇത് കറക്റ്റാണ്, ഈ പറഞ്ഞത് ശരിയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. വളരെയധികം അപകടം നിറഞ്ഞൊരു കാലഘട്ടമാണ്. നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മളൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാന കാലഘട്ടത്തിൽ ഇൽമു ഉയർത്തപ്പെടും, ജാഹിലീങ്ങൾ നേതാക്കന്മാരായിട്ട് വരും. അത് ഹദീസാണ്. നമ്മളെന്താ ചെയ്യാ? ആ ഹദീസ് പറഞ്ഞതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആളുകള് ജാഹിലീങ്ങളെ നേതാക്കന്മാരാക്കി വെക്കും. അതാണ് റസൂൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കണ്ടേ? അങ്ങനെ അവരോട് ജനങ്ങൾ ഫത്വ ചോദിക്കും, അവര് ഫത്വ കൊടുക്കും. ആ ഫത്വ ഖുർആനും സുന്നത്തിനെതിരായിരിക്കും. കാരണം അവര് വെറും നേതാക്കന്മാരാണ്, അവർക്ക് ഇൽമില്ല. അങ്ങനെ അവര് വഴിതെറ്റും, ജനങ്ങളെ അവര് വഴിതെറ്റിക്കുകയും ചെയ്യും. ഇന്നത്തെ കാലഘട്ടം ശരിക്കും അതാണ്. വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെയാണ് ഇന്നത്തെ നമ്മുടെ സ്ഥിതി. എല്ലാവരും പറഞ്ഞ ആൾക്കാരാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ വാർത്ത ശരിയാണ്. ഒരാളുടെ ഷെയ്ഖ് ഗ്രന്ഥമാണെങ്കിൽ അയാൾക്ക് അബദ്ധമാണ് കൂടുതൽ സംഭവിക്കാൻ സാധ്യത എന്നുള്ളത് അത് വളരെ ശരിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? മലം ഇദരിസലാഹിൽ ഇൽമി വലം യഖുദാനഹു. ഒരാള് പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, പണ്ഡിതന്മാരിൽ നിന്ന് ഒരാൾ പഠിച്ചിട്ടില്ലെങ്കിൽ, വല അറഫ തുർഖല്ലതി സലകുഹാ ഫി തലബിൽ ഇൽമി, അയാൾക്ക് അതിന്റെ റൂട്ട് അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഹക്കും ബാത്തിലും കൂടിക്കലരും. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, കാരണം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക്, ഇസ്ലാമിൽ എന്തുണ്ട്? ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് ചില ഉസൂലുകളും കായിദകളും ഉണ്ട്. പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ള ചില കായിദകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയണത്, അദ്ദേഹം ഒരു ഉദാഹരണം വിശദീകരിക്കണം. എന്താ കേട്ടോളെ, എന്താ അദ്ദേഹം പറയണത് അറിയോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പരിചയമില്ലാത്ത ഒരാള് കുറച്ചൊരു പരിചയം ഇതിൽ വേണം. ഒരു 5 അല്ലെങ്കിൽ അറബി കോളേജിൽ പഠിച്ചാൽ തന്നെ എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ, വളരെ കുറവായിരിക്കും. ഏതാണ്ട് ഒരു ഇതൊക്കെ അയാൾക്ക് അറിയുള്ളൂ. പിന്നെ അയാളുടെ കഴിവിനനുസരിച്ചിട്ട് അയാൾ പഠിക്കണം. പക്ഷെ അത് വളരെ പരിമിതമായിരിക്കും. അതൊന്നുമല്ല എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചു പോരുമ്പോൾ നമ്മുടെയൊക്കെ ഉസ്താദുമാർ പറയാറുള്ളത്. നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി എന്നുള്ളതാണ് അവർ പറയാറുള്ളത്. അപ്പൊ ഇതുപോലും പഠിക്കാത്ത ഒരാളുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താ?
ഇതൊന്നും തിരിയാത്ത ഒരാളിങ്ങനെ ഷെയ്ഖ് ഇബ്നു ബാസ് ആ വാചകത്തെ വിശദീകരിക്കണം. ഏത് വാചകത്തെ? അയാളുടെ ഷെയ്ഖ് കിതാബാണെങ്കിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സംഗതിയൊക്കെ ഒന്ന് തന്നെ. അയാൾക്ക് അബദ്ധമാണ് കൂടുതൽ സംഭവിക്കുക എന്ന് പറയുന്നത് എന്താ? അയാൾ ചിലപ്പോൾ എന്ത് കൊടുക്കും? അയാളെ ഫത്വ കൊടുക്കും. അള്ളാഹ് ഹലാലാക്കിയ ഒരു കാര്യത്തെ അയാൾ എന്ത് പറയും? അത് ഹറാമാണെന്ന് ഫത്വ കൊടുക്കും. അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യത്തെ അത് ഹലാലാണെന്ന് പറയും. കാരണം എന്താ? അവൻ അതിനെ സംബന്ധിച്ചുള്ള ഇൽമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം, ലിഅന്നഹു ഖദ് വഖാലഹു ഖതഉൻ ഫീ കിതാബിൻ. ചിലപ്പോൾ ആ ഗ്രന്ഥത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? പ്രിന്റില് തെറ്റ് വന്നിട്ടുണ്ടാകും. മസലൻ ഒരു എക്സാമ്പിള് അദ്ദേഹം ഇതിനെ വിശദീകരിച്ചിട്ട് പറയാണ്, ലാ യജൂസു കദാ വകദാ. കിതാബിലുള്ളത് എന്താ? പ്രിന്റിലുള്ളത് ലാ യജൂസു കദാ വകദാ എന്നതാണ്. എന്നാൽ ശരി എന്താണ്? യജൂസു കദാ വകദാ എന്നുള്ളതാണ്. തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പൊ അതിനെപ്പറ്റി കുറച്ചൊക്കെ ഒരു അന്തം ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? ഇവിടെ ഉദ്ദേശം ലാ യജൂസു ആണോ അതോ യജൂസു ആണോ എന്നുള്ളത് അവന് തിരിയാ. ഇത് ഒരു ഷെയ്ഖിന്റെ അടുത്തും പോയിട്ടില്ല, ഒരു ദർശനം ഇരുന്നിട്ടില്ല, ഒരു ഇംഗ്ലീഷ് ഭാഷ അറിയാം, അറബി ഭാഷ അറിയാം. എന്നിട്ട് അവൻ ഇതിന്റെ മുമ്പിൽ കുത്തിന്നിട്ട് ഇരുന്നിട്ട് നോക്കിയാല് യജൂസു കഥാ വക്കഥ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത് അനുവദനീയാണ്. ലാ യജൂസു കഥാ വക്കഥ എന്ന് പറഞ്ഞാലോ ആ കാര്യം അത് അനുവദനീയല്ല. അപ്പൊ ഇത് വായിക്കുന്നവന് ഇവന് ഈ രംഗത്തൊന്നും അറിയില്ല, ഇവനെങ്ങനെ അത് വായിക്കാനറിയാം? അപ്പൊ എന്തായി? അയാള് ശരിക്ക് ലാ യജൂസ് അത് അനുവദനീയല്ല എന്നുള്ളതാ. പക്ഷെ പ്രിന്റിൽ ലാ വിട്ടുപോയിട്ടുണ്ട്. അത് ഇവന് തിരിയോ? കാരണം ഇവന് ഒരു ഉസ്താദിന്റെ അടുത്ത് കുറച്ചു നേരം പോയിട്ട് ഇരുന്നിട്ട് കൂടിയില്ല. എന്നിട്ട് ഇവനാണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. പക്ഷെ ആ വിഷയത്തിൽ പരിചയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ലാ വിട്ടുപോയതാണ്, അത് പ്രിന്റിലുള്ള മിസ്റ്റേക്കാണ്. ഇവിടെ ഉദ്ദേശം എന്താണ്? ഇത് അനുവദനീയമല്ല എന്നാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും. ഷെയ്ഖ് ഇബ്നു ബാസ് വിശദീകരിക്കാണ്. ഇതേപോലെ തന്നെ അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നു. ഇതേപോലെ തന്നെ ചിലപ്പോ എന്ത് വരും? വയസിഹു കഥാ വക്കഥ എന്ന് വരും. അത് പ്രിന്റിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കും. ശരി എന്തായിരിക്കും? വലാ യസിഹു കഥാ വക്കഥ എന്നായിരിക്കും. ഒരു ലാ വിട്ടുപോയി. അപ്പൊ ഇതൊന്നും തിരിയാത്തവന് അവൻ എന്ത് വത്തു കൊടുക്കും? യസിഹു കഥാ വക്കഥ. അത് ശരിയാണ്, അങ്ങനെ അമല് ചെയ്തോ. പക്ഷെ യഥാർത്ഥത്തിൽ കിതാബിലുള്ളത് എന്തായിരിക്കും? അങ്ങനെ അമല് ചെയ്യരുത് എന്നായിരിക്കും. എന്താ അതിന്റെ ഗൗരവം? എന്താ? നരകത്ത് പോകാൻ അത് പോരെ? അങ്ങനെ ചെയ്തോ, അതാവൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ കിതാബിലുള്ളത് എന്താ? ലാ യസിഹുന, അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാ. പക്ഷെ പ്രിന്റിൽ അത് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇവന് ഈ രംഗത്തൊരു പരിചയം ഒന്നുമില്ല. ഇവന് കിതാബ് എടുത്താല് ഈ കോലത്തിലായിരിക്കും. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് അങ്ങനെ വിശദീകരിച്ചു പോകണം. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആര് വിശദീകരിച്ചു കൊടുക്കാണ്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ പിന്നെ സലഫുകളായ ആളുകളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സംഗതി എന്താ അറിയോ? അവരൊക്കെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സുഹഫി ഉണ്ടല്ലോ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ മുസ്ഹഫി ഉണ്ടല്ലോ, ആ സൂഫിങ്ങളുടെ അടുത്ത് പോയിട്ട് ഇൽമെടുക്കരുതെന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൂഫി എന്ന് പറഞ്ഞാല് ഇതിനെപ്പറ്റി ഒരു വിവരമില്ല, അയാൾ സ്വയം പഠിച്ചതാണ്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, ഒരാൾ ജാമ്യയിലൊക്കെ പോയിട്ടുണ്ട്, അയാൾ ഷെയ്ഖിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, അയാൾക്ക് കിതാബൊക്കെ തിരിയാ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിതാബ് ഉപയോഗപ്പെടുത്താം. എന്നാലും അയാൾ എന്ത് ചെയ്യണം? പണ്ഡിതന്മാരുടെ സഹായം തേടണം. നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തിരിയാത്ത ഒരാൾക്കാർ, അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ചില വാചകങ്ങൾ, അവർ പറഞ്ഞത് എന്താ അറിയോ? ലാ തഖുദു അൽ ഖുർആന മിൻ മുസ്ഹഫിൻ. ഇങ്ങനെ ഖുർആൻ പഠിച്ച മുസ്ഹഫീങ്ങളുടെ അടുത്ത് നിങ്ങൾ ഖുർആന് പഠിക്കരുത്. വലൽ ഹദീസ് അൻ സുഹഫിയൻ. ഇങ്ങനെ ഒരു ഷെയ്ഖുല്ല, ഒരു ജാമ്യയിലും അയാൾ പോയിട്ടില്ല, ഞാൻ പണ്ഡിതനാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ടാകും. ഡ്യൂപ്ലിക്കേറ്റ്. അവർ സുഹഫിയാണ്. ആ സുഹഫീങ്ങളിൽ നിന്ന് നിങ്ങൾ ഇൽമു സ്വീകരിക്കരുത്. ഇത് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹബീ ഹാത്തിമിന്റെ ജർഹ് വ തഹ്ദീലില്, അതേപോലെ തന്നെ ഇബ്നു അസാക്കിറിന്റെ താരിഖ് ദിമശ്കില് കുറെ വാചകങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ലാ തഖുദു അൽ ഇൽമ, നിങ്ങൾ ഇൽമു സ്വീകരിക്കരുത്, മിനസ് സുഹഫിയ്യീന, ആണോ, സൂഫീങ്ങളിൽ നിന്ന് നിങ്ങൾ ഇൽമു സ്വീകരിക്കരുത്. അപ്പൊ നമ്മൾ ഒരാൾക്ക് നിന്ന് ഇൽമു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അയാളെ പറ്റി പഠിക്കണം. അത് നമ്മൾ വരുന്നുണ്ട്. തസ്കിയയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട്. അപ്പോ
ലാ തഖുദു അൽ ഇൽമ മിന സ്വഫീന, സ്വഫീങ്ങളിൽ നിന്ന് ഇങ്ങനെ പഠിച്ച ആൾക്കാരൊന്നും ഇൽമു സ്വീകരിക്കരുത്. അതേപോലെ തന്നെ വലാ തഖറഉ അൽ ഖുർആന അൽ മുസ്തഫീന, ഖുർആനിൽ നിന്ന് നേരിട്ട് അയാള് ഒരാലിമിന്റെ അടുത്ത് നിന്നല്ല ഖുർആൻ പഠിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കരുത്. അപ്പൊ ഇത് ഒരു പൊതു തത്വമായി അറിയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതുകൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോ ചെറിയ ഹർക്കത്തുകൾ തെറ്റിയാൽ തന്നെ വലിയ അപകടങ്ങൾ സംഭവിക്കും. സുക്കൂന് കൊടുക്കേണ്ടടുത്ത് നമ്മ കൊടുക്കേണ്ടടുത്ത് ഇത് മാറി തന്നെ. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, അത് ഇതൊന്നും തിരിയാത്ത ഒരാള്, നഹ്വും സർഫും അതല്ലെങ്കിൽ ഭാഷ അല്ലെങ്കിൽ അത് പഠിച്ച ഒരാൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. എന്താ അതിന്റെ അർത്ഥം? ഇന്നമാ യഖ്ശല്ലാഹ, തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, മിൻ ഇബാദിഹി, അവന്റെ പണ്ഡിതന്മാരിൽ നിന്നും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആര് മാത്രമാണ്? അൽ ഉലമാഉ, പണ്ഡിതന്മാർ മാത്രമാണ്. അവിടെ ചെറിയൊരു ഇത് വന്നാൽ മതി. എന്ത്? ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമ. എന്തായി? അള്ളാഹ എന്നുള്ളതിന് അള്ളാഹു എന്ന് കൊടുത്താൽ എന്തായി? അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നതിന് പകരം അവിടെ എന്താർത്ഥം കിട്ടും? അള്ളാഹു ഭയപ്പെടുന്നു. ആരെ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരെ അള്ളാഹ് ഭയപ്പെടുന്നു. ചെറിയൊരു ഇതിന്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഒരു ഷേഖിന്റെ അടുത്ത് നിന്ന് ഇൽമു പഠിച്ച ഒരാളാണോ, അയാൾക്കത് മനസ്സിലാകും. അല്ലെങ്കിൽ ഒരു കുല്ലിയത്തിൽ നിന്ന് ഇൽമു പഠിച്ച ആളാണോ, അയാളെ കുറച്ചു കാലമൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്, അയാളെ പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, അയാൾക്ക് ലിങ്ക് ഉണ്ട്, പണ്ഡിതന്മാരുടെ സീഡികൾ, പ്രഭാഷണങ്ങൾ അത് അയാൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അയാൾക്കത് തിരിയാ. അപ്പൊ ഇത് കിതാബ് തിരിയാത്ത ഒരാള് സ്വയം കിതാബിന്ന് അയാളെ റഫർ ചെയ്തിട്ട് ഞാൻ ആലിമാണ്, ഞാൻ മുഫ്തിയാണെന്ന് പറഞ്ഞാല് ഈ സംഭവിച്ച അബദ്ധം അതെന്ത് മാത്രം വലിയ അബദ്ധമാണ്. അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പണ്ഡിതന്മാരാണ് എന്നുള്ളത് ചെറിയ ഒരു തെറ്റ് വന്നപ്പോ എന്തായി? അള്ളാഹു പേടിക്കുന്നു പണ്ഡിതന്മാരെ എന്നായി. ഇത് എത്ര വലിയ അബദ്ധമാണിത്. ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളൂ. ഇതൊരു ഉദാഹരണം മാത്രം. ഇങ്ങനെ ഖുർആനിലുള്ള ഹദീസുകളിലുള്ള, ഇപ്പൊ ഖുർആനിന്റെ ചില ആയത്തുകളെ തന്നെ ഖുർആനിന്റെ ആയത്തുകൾ വിശദീകരിക്കും. ഖുർആന്റെ തഫ്സീറിന് പണ്ഡിതന്മാർ ചില ഷുറൂത്തുകൾ, ചില ലവാബിത്തുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തോന്നിയ രൂപത്തിൽ ഖുർആനിന് വിശദീകരണം കൊടുക്കാൻ പറ്റൂല. അതിന് നമ്മളെ നേരെ ചൂടായിട്ട് കാര്യമില്ല. ഖുർആനിന്റെ തഫ്സീർ നടത്തണമെങ്കിൽ അതിന് ചില ലവാബിത്തുകളുണ്ട്. അതിനനുസരിച്ചിട്ടേ അത് വിശദീകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ഇദ്ദ, അല്ല ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ഇദ്ദ ഖുർആനില് 4 മാസവും 10 ദിവസവും. എന്നാൽ അതൊരാൾ വായിച്ചിട്ട് അയാളത് ഫത്വ കൊടുത്താലോ വലിയ അബദ്ധം സംഭവിക്കും. അതിൽ നിന്ന് ഒരു വിവാദത്തള്ള മാറ്റി നിർത്തിയിട്ടുണ്ട്. ആര്? ഗർഭിണികളാണെങ്കിൽ അവർ പ്രസവിക്കുന്നതോടുകൂടി ഇദ്ദ തീർന്നു. അപ്പൊ ഇതൊന്നും തിരിയാത്ത ഒരാള് അയാൾ ഇങ്ങനെ ഖുർആൻ എടുത്തിട്ട് അയാൾ വായിച്ചു, അത് ആയത്തിന്റെ ഏത്? ഭർത്താവ് മരണപ്പെട്ട ഒരു പെണ്ണ് 4 മാസവും 10 ദിവസവും ഇദ്ദരിക്കണം. അതിലെന്തല്ലാരും അയാൾ മറ്റേ ആയത്ത് കണ്ടിട്ട് തന്നെ അല്ല ആയത്ത്. അപ്പൊ അത് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ തന്നെ വേറെ സ്ഥലത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഗർഭിണികളാണെങ്കിൽ 4 മാസവും 10 ദിവസവും ഇരിക്കണ്ട, അവരുടെ ഇദ്ദ പ്രസവിക്കുന്നതോട് കൂടി തീർന്നു. പക്ഷെ ഇത് തിരിയാത്ത ആളാ ഫത്വ കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള ആളുകളടുത്ത് പോയിട്ട് നമ്മളെ ഇൽമെടുത്താൽ കൂട്ടരെ നമ്മളെ പരലോകത്തിന്റെ സ്ഥിതി എന്താകും? നമുക്കൊരു ഓപ്പറേഷൻ വേണം, എന്താ ചെയ്യാ? ഏറ്റവും നല്ല ഡോക്ടറെ പോയിട്ട് കാണും. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ നമ്മള് ഏത് ആളത്തുനിന്നും പോയിട്ട് എല്ലാ മൊഴി വൈദ്യമാരടുത്തുനിന്നും പോയിട്ട് നമ്മൾ ഇൽമു സ്വീകരിക്കുകയും ചെയ്യും. അതിനെ ആരെങ്കിലും എതിർത്ത് പറഞ്ഞാലോ അതിന് ഇൽമിനെ എതിർക്കാണ്, തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, മതമൗലികവാദിയാണ്. അത്രയൊന്നും തീവ്രത ദീനിൽ പാടില്ല. അയാളെന്താ തൊപ്പിട്ട ആളല്ലേ, അയാൾക്ക് നീണ്ട താടില്ലേ, അയാൾ പറയുന്നത് ഖുർആനല്ലേ, അയാൾ പറയുന്നത് സുന്നത്തല്ലേ? എന്താ ഈ പറഞ്ഞൊക്കെ ഖുർആൻ സുന്നത്തും അല്ലേ? ഇത് പരലോകത്തിന്റെ വിഷയമാണ്. നമുക്കെന്താ ഇതിൽ വേറെന്താ ഉള്ളത്? പക്ഷെ ഈ വിഷയത്തിന്റെ ഗൗരവതാണ്. കാരണം നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഇൽമു നമുക്ക് പരലോകത്ത് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ദുനിയാവിന്റെ കാര്യത്തിൽ കൊടുക്കുന്ന ഒരു ശ്രദ്ധ പോലും നമുക്കില്ലെങ്കിൽ അതിൽ സംഭവിക്കുന്ന അബദ്ധം നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്നുള്ളതായിരിക്കും. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള സ്വഫീങ്ങളെ മുസ്തഫീങ്ങളെ
അതാണ് അവരിൽ നിന്ന് എന്ത് ചെയ്യരുത്, ഇൽമു സ്വീകരിക്കരുത് എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം ഇതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് അതേപോലെ തന്നെ ഖുർആനിൽ വിശദീകരിച്ച ചില സംഗതികൾ ഹദീസുകൾ ഉണ്ടാവും. ഖുർആനിൽ വിശദീകരിക്കാത്ത ചില നിയമങ്ങൾ ഹദീസുകൾ സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ വ്യഭിചരിച്ച ആൾ എറിഞ്ഞു കൊല്ലണം, ഖുർആനിൽ അതേ വന്നിട്ടുള്ളൂ. ഒരാൾ ഫത്വ കൊടുക്കൽ, കാരണം അയാൾ ഹദീസ് തന്നെ കണ്ടിട്ടില്ല. എന്ത് ആ നിയമം എല്ലാവർക്കും ഒരേപോലെയാണോ? വ്യഭിചരിച്ച ആളുകളെ എറിഞ്ഞു കൊല്ലണം എന്നുള്ള നിയമം എല്ലാവർക്കും ഒരേപോലെയാണോ? ആണോ? അല്ല. അല്ല, ഖുർആനിൽ വന്നത് എന്താണ്? വ്യഭിചരിച്ച ആളെ അടിക്കണം. എന്നാൽ ആ നിയമം എല്ലാവർക്കും ഒരേപോലെയാണോ? അല്ല. ഹദീസിൽ വന്നിട്ടുണ്ട് എന്ത്? വ്യഭിചരിച്ചത് വിവാഹിതരാണെങ്കിൽ അവരെറിഞ്ഞു കൊല്ലണം. അപ്പൊ ഹദീസ് പഠിക്കാത്ത ഒരാള്, അയാൾക്ക് ഇംഗ്ലീഷിൽ അതിന്റെ ഇത് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അറിയാം, അയാൾ അത് പഠിച്ചിട്ട് അയാളെ ഫത്വ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? വ്യഭിചരിച്ച ആൾക്കാരെ 100 അടി വീതം അടിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ ഹദീസിനെതിരാണ്. ഇങ്ങനെ എത്രയോ സംഗതികള്. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളെ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, എന്നാ ഖുർആനിൽ പറയാത്തത് ഹദീസിലുണ്ട്. അപ്പൊ ആ ഹദീസ് കാണാത്ത ഒരാൾ എന്ത് ചെയ്യാണ്? അയാളെ മുറിവൈദ്യനാണ്. അയാളെ പറഞ്ഞ് അതിലെന്താ 2 സഹോദരികളെ ഒരുമിച്ച് വിവാഹം ചെയ്യുന്നതിന് തകരാറൊന്നുമില്ല എന്ന് പറഞ്ഞാല്, അപ്പൊ ഹദീസിൽ ചിലത് വിലക്കിയിട്ടുണ്ട്, ആ ഹദീസും കണ്ടിട്ടില്ല. അപ്പോ പിന്നെ ഒരു ഷെയ്ഖിന്റെയും സഹായം ഇല്ലാതെ, ഒരു ഉസ്താദിന്റെ അടുത്തൊന്നും പഠിക്കാതെ, ഒരു ജാമ്യയിലും പോകാതെ ഞാൻ ആലിമാണെന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ടോ? ദീന് പഠിപ്പിച്ചിരുന്ന ആൾക്കാരുണ്ടോ? ഒരിടത്തേക്ക് പോയാൽ നമ്മുടെ പരലോകം കൊളാവും. വേറെ തകരാറൊന്നുമില്ല. ഇതിൽ വാശി കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ പരലോകം നഷ്ടപ്പെടും. ഇത് മാത്രല്ല, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ എന്താ പറയുക, വളരെ രസകരമാണ്. ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുകയാണ്, ഇംഗ്ലീഷിലാണ് ക്ലാസ്. അയാള് അഹ്ലുസുന്നത്തും അതേപോലെ തന്നെ അഹ്ലുസുന്നത്തിന് മരിച്ചുപോയ കക്ഷികളെ കുറിച്ചും ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ അയാള് വളരെ സീരിയസ് ആയിട്ട് അയാൾ വിശദീകരിക്കുകയാണ് മുട്ടാസില വിഭാഗത്തെ കുറിച്ച്. അല്ലെ, കുട്ടികളൊക്കെ അത് കണ്ടിട്ട് നോക്കുകയാണ്, എന്താ ഈ മുട്ടാസില വിഭാഗം. അപ്പൊ അതില് കുറച്ചിതൊക്കെ തിരിയുന്ന കുട്ടികളുണ്ടായിരുന്നു. പ്രൊഫസറാണ്, ഇവർക്ക് ഇത് തിരിഞ്ഞില്ല. അയാൾ ഇംഗ്ലീഷ് അറിയുള്ളൂ, അയാൾക്ക് അറബി അറിയില്ല. എന്നിപ്പോ അങ്ങനെയുള്ള ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി അല്ലെ. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ഫത്വ പറയുന്നത് ജാഹിലീങ്ങളായിരിക്കും. അവരോട് എന്ത് ചോദിച്ചാലും ആൻസർ റെഡി ആയിരിക്കും. എന്ത് കൾ ചോദിച്ചോളൂ, അവർക്ക് ഒരു ഫത്വ റെഡി ആയിരിക്കും. നിങ്ങള് വാട്സപ്പും ഫേസ്ബുക്കും ഇന്നിപ്പോ അതൊക്കെയാണുള്ള സംഗതികള്. പണ്ഡിതന്മാര് പറഞ്ഞെന്താ, ജാഹിലിങ്ങളാണെന്താ ഏറ്റവും കൂടുതൽ ഫത്വ പറയാം. ഏറ്റവും കുറച്ച് ഫത്വ പറയുന്നവര് നല്ലോണം ഇൽമുള്ളവരായിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ പല ഉസ്താദ്മാരോടും ചോദിക്കുമ്പോൾ അവർ പറയും, ജാ ഉസ്താദിനോട് ചോദിച്ചോ, മറ്റേ ഉസ്താദിനോട് ചോദിച്ചോ. ആദ്യം നമുക്ക് തിരിഞ്ഞിരുന്നില്ല, എന്താ നിങ്ങൾ പറഞ്ഞു തരാത്ത. അപ്പൊ അത് മുൻഗാമികളുടെ രീതിയായിരുന്നു. കാരണം ഫത്വ പറയുന്നുള്ളത് ദീനിന്റെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് വളരെ സീരിയസ് ആണ്. കാരണം ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയണത് എന്താ, അള്ളാഹ് അത് പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ നമ്മൾ പറയണത്. അല്ലാണ്ട് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ പറയണത്. അത് അള്ളാഹ് പറഞ്ഞിട്ടില്ലെങ്കിലോ അള്ളാന്റെ പേരിൽ കളവ് പറയണേ, റസൂല് പറഞ്ഞിട്ടില്ലെങ്കിലോ റസൂലിന്റെ പേരിൽ കളവ് പറയണേ. അപ്പൊ അവരോടൊരു കാര്യം ചോദിച്ചാൽ അവർ പറയും, ഇതാണ് പോയിട്ട് പഠിച്ചോ അറിയും. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇത് പഠിച്ചോ, അല്ലെങ്കിൽ മറ്റേ ആ പണ്ഡിതനോട് പോയിട്ട് ചോദിക്കും, ജാള ക്ലാസ്സിൽ പോയിട്ടിരിക്കും. അവർ പെട്ടെന്ന് പത്തു. ഇപ്പോ ഇമാം മാലിക്, നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ഇരുന്നല്ലോ, 100 ക്വസ്റ്റ്യൻ ചോദിച്ച ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഉത്തരം കൊടുക്കാറുള്ളത് 3-4 ക്വസ്റ്റ്യനൊക്കെ ഉത്തരം കൊടുക്കുള്ളൂ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മളോട് ഇന്ന് അങ്ങനെ കൊടുക്കുക. ഇന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ പറയണം, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും, ജാഹിൽ എന്ന് പറയും. അപ്പൊ അത് പേടിച്ചിട്ട് എന്ത് ചെയ്യും, എന്ത് ചോദ്യം ചോദിച്ചാലും ഇൽമില്ലാത്തതാണെങ്കിൽ അതിന് ആൻസർ പറയണം. ഇന്ന് അത് വലിയ അപകടമാണ്. കാരണം ഇന്ന് ആളുകളുടെ ധാരണ എന്താണ്, ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുത്തവൻ ആലിം. അപ്പൊ ഇത് പേടിച്ചിട്ട് എന്ത് ചെയ്യും, ഉത്തരം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ജാഹിൽ എന്ന ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് വിവരമില്ലാത്തത് പറയാം. അപ്പൊ ഇത് കുറച്ച് സീരിയസാ. അപ്പൊ ഇങ്ങനെ ഈ വിവരമില്ലാത്തത് ഇങ്ങനെ കിതാബെന്ന് മാത്രം, അവന്റെ ഷെയ്ഖ് കിതാബാണ്, വേറെ അടുത്തൊന്നും പോകാൻ സമയം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൽമ് എന്നുള്ളത് വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് അത് കിട്ടുന്നൊരു സാധനമല്ല. ആ വാചകങ്ങൾ നമ്മൾ നേരത്തെ പൊടിച്ചേക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റിസ്ക് കൊടുക്കാതെ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല ഇൽമ് എന്നുള്ളത്. അത് പറയുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല.
എല്ലാവർക്കും എനിക്ക് ഡോക്ടറാണെന്ന് ഞാൻ വിചാരിച്ച അടക്കങ്ങൾ അംഗീകരിക്കോ? അപ്പൊ എല്ലാവർക്കും പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ അതിനെ എതിർത്തിട്ട് എന്താ കാര്യം? അത് പറയുമ്പോ നമ്മളെ കുറ്റം പറയാണ്. അതെങ്ങനെ നടക്കുക? എല്ലാവർക്കും എഞ്ചിനീയർമാരാകണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഞാൻ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. അപ്പൊ അത് നടക്കുന്നൊരു കാര്യമല്ലല്ലോ. അപ്പൊ പിന്നെ അവര് പറഞ്ഞ ചില ഉദാഹരണങ്ങൾ ഇപ്പൊ നേരത്തെ പിന്നെ ആ പ്രൊഫസർ പറഞ്ഞത് കുറച്ച് കുട്ടികൾക്ക് തിരിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവര് പറഞ്ഞു കൊടുത്തു, സാറേ അത് മുട്ടാസിലല്ല മുഅ്തസില എന്നാണ്. മുഅ്തസില എന്നത് ഇംഗ്ലീഷിൽ മുട്ടാസില എന്നാണ് അയാൾ വായിക്കണേ. അയാള് പ്രൊഫസറാണ്, മുസ്ലിമാണ്, അയാൾക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പൊ മുട്ടാസിലല്ല പിന്നെന്താ മുഅ്തസില എന്നാണ്. അപ്പൊ അതിൽ അയാൾക്ക് സംഭവിച്ച ആ അബദ്ധത്തിന്റെ ഗൗരവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇത് വളരെ വലിയ അപകടമാണിത്. ഇതൊരാൾ പിന്നെ നെറ്റുന്നാണെങ്കിലും ഒക്കെ ആണെങ്കിലും പിന്നെ അയാൾക്ക് അതിന്റെ ബാലപാഠം പോലും അറിയില്ലെങ്കിൽ അയാൾക്ക് ആ പരിപാടി അയാൾ ചെയ്യാതിരിക്കാൻ നല്ലത്. ഷെയ്ഖ് ഫൗസാന്റെ നമ്മൾ വായിക്കുന്നുണ്ട്. ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ ഇങ്ങനെ പഠിക്കാണോ? ഇങ്ങനെ ഷെയ്ഖ് ഫൗസാനോട് ചോദിക്കാണ് കുറച്ച് ആളുകള്. അവര് കിതാബ് വായിക്കുന്നുണ്ട്, അവര് വേറെ ഷെയ്ഖന്മാരത്തൊന്നും ഇൽമു സ്വീകരിക്കണില്ല, അവർ അറബി കോളേജിൽ വേല പോയിട്ടില്ല, അവരെ തലകൊണ്ട് പിന്നെ അവര് കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളെടുത്ത് പോയിട്ട് ഇൽമു സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ഷെയ്ഖ് ഫൗസാനോട് ചോദിച്ചു. ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളെ ഇൽമു പഠിപ്പിക്കുന്നതിനേക്കാൾ അവരെ അടുത്ത് പോയി ഇൽമു പിന്നെ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇൽമു പഠിക്കാതിരിക്കാന്നാ പറഞ്ഞത്. നമ്മൾ വായിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. അപ്പോ അവര് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഏത് ഇങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങള്. ഒരാള് ഇങ്ങനെ ഒറ്റയ്ക്ക് കിതാബ് വായിക്കണം. അപ്പൊ ആ കിതാബിന്റെ ഇടയിൽ അവൻ എന്ത് കണ്ടു? വന്നഹു യുസ്തഹബ്ബു അൻ യുസവ്വിയൽ ലബീനു തഹ്തഹു. ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോ ഇയാൾ വായിച്ചു എന്ത് കിതാബില്? പിന്നെ കിതാബില് ഉള്ളത് എന്താണ്? പിന്നെ ഖബറ് പിന്നെ ശരിയാക്കുമ്പോ എന്താണ്? ഇഷ്ടിക വെച്ചിട്ട് അത് ശരിപ്പെടുത്തുന്നത് ഫിഖി ആയിട്ടുള്ള ഒരു ഇത് ഒരാൾ വായിക്കാണ്. ഇഷ്ടിക വെച്ചിട്ട് അതിനെ ശരിയാക്കുന്നത് എന്താണ്? അത് മുസ്തഹബാണ് എന്ന് ആണ് കിതാബിലുള്ളത്. അങ്ങനെ പിന്നെ ഒരാള് ഇങ്ങനെ മരിക്കുകയാണ്. മരിച്ച സന്ദർഭത്തില് അയാൾ എന്ത് ചെയ്തു? അയാളെ കയ്യിൽ കുറച്ച് പാലുണ്ടായിരുന്നു. അയാള് ആ മറമാടുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്തു? പിന്നെ ഖബറിലേക്ക് വെക്കുന്നതിന്റെ മുമ്പ് അയാളെ കയ്യിൽ കൊണ്ടുവന്ന പാല് ആ ഖബർക്ക് അയാൾ ഒഴിച്ചു. ആളുകൾ ഇത് കണ്ട് അന്തം വിട്ടു. അപ്പൊ ആളുകൾ അയാളോട് ചോദിച്ചു, ഖീല ലഹു ഫീ ഹാദാ, എന്താണ് ഈ ചെയ്യുന്നത്? പാലൊഴിക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാനിത് കിതാബിൽ വായിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഇങ്ങനെയുള്ള ആളടുത്തുനിന്നാണ് നമ്മൾ പോയിട്ട് ഇൽമു സ്വീകരിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ കോലം? അപ്പൊ അയാള് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഇത് ഞാൻ കിതാബിൽ വായിച്ചതാണ്. പിന്നെ മറമാടുന്നതിന്റെ മുമ്പ് ഖബറിൽ എന്ത് ചെയ്യണം? കുറച്ച് പാലൊഴിക്കണം എന്നുള്ളത് ഞാൻ കിതാബിൽ വായിച്ചിട്ടുണ്ട് പറഞ്ഞു, വളരെ സീരിയസ് ആയിട്ട്. അപ്പോ പിന്നെ അവര് വെല്ലുവിളിച്ചു, എങ്കിൽ ആ തെളിവ് ഞങ്ങൾക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളത് സ്വയം മുഫ്തി ഏതാണ് സ്വയം പഠിച്ചിട്ട് ഇന്നത്തെ ആളുകൾ ചെയ്യുന്നത് പോലെ അപ്പൊ അങ്ങനെ കിതാബ് കൊണ്ടുവന്നു. അപ്പൊ കിതാബിലുള്ളത് എന്താ അറിയോ? നേരത്തെ പറഞ്ഞതാ, വന്നഹു യുസ്തഹബ്ബു അൻ യുസവ്വിയൽ ലബീനു തഹ്തഹു. ഇഷ്ടിക വെച്ച് ശരിപ്പെടുത്തല്. ഇയാള് ലബീൻ എന്ന് വായിക്കേണ്ടടുത്ത് എന്ത് വായിച്ചു? ലബീൻ എന്ന് വായിച്ചതാണ്. അപ്പൊ അയാള് പാല് കൊണ്ടുവന്നിട്ട് വെച്ചു. ഇതായിരിക്കും കോലം. ഇതാണ് മുറി വൈദ്യന്മാരെ ആളെ കൊല്ലുന്നു പറഞ്ഞത്. ഇത് അയാൾ പറഞ്ഞൊരു ഉദാഹരണമാണ്. ചെറിയൊരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ. അയാള് ഇഷ്ടിക ലബിൻ എന്നുള്ളിടത്ത് അയാൾ ലബൻ എന്ന് വായിച്ചു. ഇത് അയാൾ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇതേപോലെ തന്നെ അയാൾ പറയാണ്, ഷെയ്ഖിന്റെ വിദ്യാർത്ഥികളുണ്ട്. ഷെയ്ഖിന്റെ അടുത്ത് വെച്ചിട്ട് ഇയാള് പിന്നെ അങ്ങനെയുള്ള അതിന്റെ രീതി, പണ്ഡിതന്മാർക്ക് കിതാബ് വായിക്കുന്നതിനൊരു രീതിയുണ്ട്. നമ്മളിപ്പോ ആ രീതിയിലേക്കൊക്കെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏത് ഇൽമ് ആദ്യം നേടണം, ആ ഇൽമ് നേടേണ്ട ലവാബിത്തുകൾ എന്തൊക്കെയാണ്, അത് പണ്ഡിതന്മാർ അതിന് കൃത്യമായ പിന്നെ ലവാബിത്തുകളും ഷുറൂത്തുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ പിന്നെ ഷെയ്ഖുണ്ട് അടുത്ത്, പിന്നെ അയാളുടെ ശിഷ്യന് വായിക്കാണ്. അയാളെന്താ വായിക്കണത് വെച്ചാല്, നിസ്കാരത്തിന്റെ പിന്നെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗത്ത് അയാൾ വായിക്കണ വയുന്തബു സദ്ദ ഫുർജ ഫിസ്സൊഫി.
സഫില് പിന്നെ ഫുർജത്ത് ഉണ്ടെങ്കിൽ അത് അടക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സഫിന്റെ പ്രാധാന്യം. അങ്ങനെ ഇയാള് വായിച്ചു വയുന്തബു സദ്ദ ഫർജിഹി ഫി സഫി. എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് തോന്നിയോ? ഒരു ചെറിയ മാറ്റേ വന്നിട്ടുള്ളൂ. അപ്പോ ഷേഖ് ചോദിച്ചു എന്താ വായിച്ചു ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു യസുദ്ധ ഫർജഹു. എന്തേ അയാളെ ഫർജ അയാള് ഭദ്രമാക്കിയ അയാള് അത് മറച്ചു വെക്കണം. അപ്പൊ ഷേഖ് ചോദിച്ചു ബബിമ യസുദ്ധഹു, എന്തുകൊണ്ടാണ് അത് മറക്കണ്ടേ? ഫർജ് മറക്കേണ്ടത് എന്തുകൊണ്ടാണ്? അപ്പോ ബിഷൈഇ മിനൽ വറഖി അവിൽ ഖുത്ൻ, പരുത്തി അല്ലെങ്കിൽ ഇല, കടലാസ്, ഇല എന്നല്ല കടലാസ്, പേപ്പർ കൊണ്ട് അത് മറക്കണം. വളരെ സീരിയസ് ആയിട്ട് ഇയാൾ പറയട്ടോ. അപ്പോ ഉസ്താദ് ചോദിച്ചു വലിമ യസുദ്ധ, അതെന്തിനാ മറക്കണ് പരുത്തി കൊണ്ടും കടലാസ് കൊണ്ടൊക്കെ? അപ്പൊ അയാൾ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു ഹത്തായത്താക്കതമിന ത്വഹാറ, നിസ്കരിക്കുമ്പോ ശുദ്ധി വേണമല്ലോ. അപ്പോ ശുദ്ധി ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് വഅദമു നുസൂലി ശൈഇ മിനൽ ബൗലി ഫീ സിയാബിഹി, മൂത്രമൊന്നും അയാളെ വസ്ത്രത്തിൽ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ മജ്‌ലിസിലുള്ള എല്ലാ ആളുകളും ചിരിച്ചു എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? എന്താണ് അയാൾ വായിച്ചത്? നമസ്കാരത്തില് ഫുർജത്ത്, വിടവുണ്ടെങ്കിൽ ആ വിടവ് ചേർന്ന് നിൽക്കണം, വിടവില്ലാതെ നിൽക്കണം എന്നാണ് അയാൾ വായിക്കേണ്ടത്. അയാൾ വായിച്ചത് എന്താ? ഫർജ്. ശരിക്ക് ഫർജ് എന്ന് പറഞ്ഞ നമ്മുടെ ഗുഹ്യാവയവം. എന്താ മാറ്റം? ഫുർജത്തും ഫർജും. അത് നിസ്കാരത്തിൽ സഫ് അടക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. ഇയാളെ ഫുർജത്ത് എന്നുള്ളിടത്ത് താലിന്റെ അടുത്ത് ഫർജിഹി, ചെറിയ വളരെ ചെറിയ സിമ്പിൾ അല്ലെ, വളരെ ഒരു ചെറിയ മാറ്റം. എന്തായി? അയാളുടെ ഗുഹ്യാവയവം അത് പിന്നെ മറച്ചു വെക്കണം എന്നുള്ളതായി. അപ്പൊ ഇത് ഉസ്താദ് പറഞ്ഞെടുത്തു. ഈ കോലാണ് എന്ത്? ഇതൊന്നും തിരിയാത്ത ആളുകള്, എനിക്ക് ഭാഷ അറിയാം, ഇപ്പോ അറബി ഭാഷ നല്ലോണം അറിയാം, അതുകൊണ്ട് കാര്യമുണ്ടോ? ചില സാങ്കേതിക ശബ്ദങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ, അത് തിരിയാത്തവന് ഞാൻ നേരത്തെ പറഞ്ഞ അപകടം ഇതേപോലെ രൂപത്തിലുള്ള അപകടങ്ങൾ പറ്റും. അതേപോലെ തന്നെ നാസിഖ് മൻസൂഖ്, പിന്നെ ഖാസ് ആമ്, മുജ്മല് മുഫസ്സില്, അയാൾക്ക് ഭാഷ അറിഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഇന്ന് ഇതൊന്നും തിരിയാത്ത ആളുകളാണെന്ന് എന്ത് ഈ രൂപത്തില് ക്ലാസ്സുകൾ എടുക്കണം. എന്നിട്ട് ക്ലാസ്സുകളിലേക്കുള്ള ചർച്ച എന്താണ്? ഇമാം അബൂ ഹനീഫ അഹ്ലു സുന്നത്താണോ അല്ലേ എന്നുള്ളതാണ് വലിയ വലിയ ചർച്ചയാണ്. മൂക്കിന് താഴെ എന്തെല്ലാം, പിന്നെ ആകാശത്തിന് പിന്നെ ചുവട്ടില് ഭൂമിക്ക് മുകളിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഉതിർന്നിട്ട് ഇമാം അബൂ ഹനീഫ അഹ്ലു സുന്നത്താണോ അല്ലേ? കാലം പോയൊരു പോക്ക്, ചിരി, സങ്കടം, ചിരി, അതൊക്കെ ദേഷ്യം എല്ലാം പാടെ വരും. എന്താണ് അത് പോട്ടെ, പിന്നെ അത് പറഞ്ഞ് വലുതാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത് അത് വേറെ വിഷയം. അപ്പൊ ഈ രൂപത്തിലുള്ള പിന്നെ അബദ്ധങ്ങൾ അതെന്താ വെച്ചാല് ഇതിനൊരു പിന്നെ രീതി ഉണ്ട്. ആ രീതിക്ക് അനുസരിച്ച് അത് നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താകും? അത് ഭയങ്കര അബദ്ധം സംഭവിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തുനിന്ന് ഇൽമു സ്വീകരിക്കുന്ന ആളുകളുടെ കോലം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തുനിന്ന് ഇൽമു സ്വീകരിക്കുന്ന ആളുകളുടെ രീതി, അവരുടെ പരലോകത്തിന്റെ കാര്യം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ചോദിച്ചു. എന്താ ചോദ്യം എന്ന് പറയുമോ? ചോദ്യം കേട്ടോളെ. ഹൽ യക്ഫി ഫി തലബിൽ ഇൽമി ഖിറാഅത്തുൽ കുതുബി വൽ മുതൂലിൽ മശ്റൂഹ ലി അഹ്ലി ഇൽമി ദൂനൽ ഹുദൂരി ലി മജാലിസിൽ ഉലമായി. ചോദ്യം ഇതാണ്, പിന്നെ പണ്ഡിതന്മാർ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് അതേപോലെ തന്നെ അവരുടെ ഷറഹുകൾ വായിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകൾ, അങ്ങനെ ഉള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ഇൽമു സ്വീകരിക്കാൻ പറ്റുമോ? ആ രീതിയെക്കുറിച്ച് എന്താണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തോടാണ് ചോദ്യം. അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? ഹാദാ ലലാലുൻ ഹാദാ, ഇതെന്താണ്? ഇത് ലലാലാണ്. എന്താ ലലാൽ എന്ന് പറഞ്ഞ? അത് ലലാലാണ്. അല്ലദീ യഖ്തസിറു അലൽ ഖുതുബി ഹാദിഹി ത്വരീഖത്തുൻ ളാല്ല. ഗ്രന്ഥങ്ങളെ മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് ഇതിന്റെ ABCD പോലും അയാൾക്ക് അറിയില്ല. മുട്ടാസില എന്നാണോ മുത്തസില എന്നാണോ അത് അയാൾക്ക് തിരിയില്ല. ഫുർജത്തി എന്നാണോ ഫർജ് എന്നാണോ അത് അയാൾക്ക് അറിയില്ല.
അപ്പോ അതിന്റെ ബാലപാഠം പോലും അയാൾക്കറിയില്ല. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെ ഗ്രന്ഥങ്ങളെ മാത്രം. അയാൾക്കൊരു ഷെയ്ഖ് അല്ല, ഉസ്താദല്ല, ഒരു ജാമ്യയിലും അയാളെ പോയിട്ടില്ല. അത് ലാലത്തുൻ, അത് ദുർമാർഗത്തിലേക്ക് എത്തിക്കും. ലബുദ്ധ മിനൽ ഉലമ, ഉലമാക്കൾ നിർബന്ധമാണ്. ലബുദ്ധ, നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, ഈ ഗ്രന്ഥങ്ങൾ എന്നത് അത് വസായിലുകൾ മാത്രമാണ്. എന്താ വസായില്? മാർഗങ്ങളാണ്, നമുക്ക് ഇൽമു നേടാനുള്ള മാർഗങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു, മിസ്ല സിലാഹി, ഒരു ആയുധം പോലെ. ഇതാ സോറ ഇന്ദക, നിന്റെ അടുത്തൊരു ആയുധമുണ്ട്. ഹൽ തസ്തതിഉ തസ്തമിൽഹു ബിദൂനി അന്നക തതഅല്ലം കൈഫ തസ്തമിൽ. അദ്ദേഹം ചോദിക്കാണ്, നിന്റെ അടുത്തൊരു ആയുധമുണ്ട്, ആ ആയുധം എങ്ങനെയാണ് പ്രയോഗിക്കുക എന്നറിയാതെ നിനക്കത് പ്രയോഗിക്കാൻ പറ്റുമോ? ഇതേപോലെയാണ് ഗ്രന്ഥങ്ങളെ സ്ഥിതി. ഇതറിയാത്ത ആളെങ്ങനെ അത് പ്രയോഗിക്കുക? നമ്മുടെ അടുത്തൊരു ആയുധം തന്നു, നമുക്ക് അതുകൊണ്ട് എന്താ ചെയ്യാന്നുള്ള അറിയില്ല. എന്നിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം വിശദീകരിക്കണം എന്താ അറിയോ? എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് ലാ ബുദ്ധ തതഅല്ലം, നിർബന്ധമാണ് പഠിക്കുക. കൈഫ തസ്തമിലു സിലാ, എങ്ങനെയാണ് ഈ ആയുധം എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് പഠിക്കണം. ആരിൽ നിന്ന് പഠിക്കണം? മിനല്ലദീന യഅരിഫൂന, ഇത് ഈ ആയുധം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയുന്ന ആളുകളുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് പഠിക്കണം. ഇല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ആയുധം തന്നു, ഇത് പ്രയോഗിക്കുന്നു പറഞ്ഞാൽ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുമോ? നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാതെ ഒരു വണ്ടി നമ്മുടെ അടുത്ത് വന്നു, എന്നാ ചാവി വണ്ടി വെട്ടെന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് പറ്റില്ല. ദീനിന്റെ കാര്യത്തിൽ അതെന്തോ ആകാന്നുള്ളതാ അല്ലെ? ആർക്കും കയറി മേയാൻ പറ്റുന്നൊരു സംഗതി ഇട്ട് തന്നെ മാറിയിക്കണേ. എന്നിട്ട് ഇത് പറയുമ്പോൾ നമ്മൾ ദേവത്തെ നടത്താൻ പാടില്ല എന്നുള്ളത്, ദേവത്തെ നടത്താൻ പാടില്ല എന്നൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അത് നമ്മളെ വിഷയത്തിൽ വരുന്നുണ്ട്, ഇതെന്തൊക്കെയാണ് ഏതൊക്കെ കോലത്തിലാന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറയാണ്, ആ ആയുധം പ്രയോഗിക്കുന്ന ഒരു മാഷുണ്ടാവുമല്ലോ, അത് പഠിപ്പിച്ചു തരും. ആളെടുത്ത് പോയിട്ട് അദ്ദേഹം പഠിപ്പിക്കണം. ഇതേപോലെ തന്നെ ഈ ഗ്രന്ഥം നിന്റെ കയ്യിലുണ്ട്, അത് ആര് പഠിപ്പിച്ചു തരണം? ഉലമാക്കൾ പഠിപ്പിച്ചു തരണം. ഷെയ്ഖ് ഫൗസാൻ വിശദീകരിക്കും, ഈ ഗ്രന്ഥങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് ആര് പഠിപ്പിച്ചു തരണം? പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരണം. അങ്ങനെയുള്ള ഒരാളാണോ നിങ്ങൾ പോയിട്ട് ഇൽമെടുത്തോ? അയാളെ കുറച്ചൊക്കെ ഷെയ്ഖ് ഫൗസാൻ അത് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അതേപോലെ തന്നെ എല്ലാ ചവറുകളും, അത് ഇൻഷാല്ലാ ഷെയ്ഖ് ബാസമുൽ ഹഫിളഹുല്ലയുടെ ഒരു വാചകം നമുക്ക് എടുത്തു ധരിക്കാനുണ്ട്. കിതാബുകൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നത്. എല്ലാ ചവറും പോയിട്ട് എല്ലാ ചവറ് സൈറ്റുകളും പോയിട്ട് ഇത് വായിക്കണോനറിയോ ഇത് തെറ്റാണോ ശരിയാണോ എന്ന്? അയാള് നശിച്ചു പോവും അയാളെ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഇതൊക്കെ പണ്ഡിതന്മാർക്ക് അറിയുള്ളൂ. അധിക ഗ്രന്ഥങ്ങളൊന്നും ദലാലത്തിന്റെ ഗ്രന്ഥങ്ങളാണ്, അതുകൊണ്ട് അത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരണം. ആ പണ്ഡിതന്മാരുടെ ട്രെയിനിങ് കിട്ടാതെ നീ കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയണേ. ഒരു ഉദാഹരണം, ഒരാൾ എന്ത് വായിച്ചു? അയാൾ സ്വഹീഹുൽ ബുഖാരി വായിച്ചു. ആ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഫീ അൽ ഹബ്ബത്തു സൗദ ഷിഫാഉ മിൻ കുല്ലി ദാഇൻ എന്നാണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്. അയാളത് വായിച്ചു. അയാൾ വായിച്ചപ്പോ പ്രിന്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹബ്ബത്ത് എന്നുള്ളിടത്ത് അൽ ഹയ്യത്തു സൗദ എന്നാണുള്ളത്. ഹയ്യത്തു സൗദ എന്ന് പറഞ്ഞാല് എന്താ? ഹയ്യത്ത് സർപ്പം, കറുത്ത സർപ്പം. ആ സർപ്പം, പാമ്പ്, ഷിഫാ മിൻ കുല്ലി ദാഇൻ. ആ പ്രിന്റിൽ ചെറിയ എന്തേ മാറ്റം വന്നിട്ടുള്ളൂ, ബഹാഇന്റെ ഒരു പുള്ളി പോയിട്ടുള്ളൂ. ഹബ്ബത്ത് എന്നുള്ളിടത്ത് ഹയ്യത്ത്, ബായിന്റെ ഒരു പുള്ളി പോയിട്ടുള്ളൂ, വേറെ തകരാറൊന്നുമില്ല. അല്ലെ, ഒരു പുള്ളി പോയിട്ടുള്ളൂ. അപ്പോ അദ്ദേഹം എന്താ വെച്ചു? അൽ ഹയ്യത്തു സൗദ, കറുത്ത പാമ്പ്, ഷിഫാ മിൻ കുല്ലി ദാഇൻ, അതെല്ലാ രോഗത്തിനും ശമനമാണ്. വാക്കല, അയാളെന്ത് ചെയ്തു? ബുഖാരിയല്ലേ, അയാളെ കയ്യിലുള്ളത് ബുഖാരിയല്ലേ, ബുഖാരിയിൽ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? നബിന്റെ ഹദീസല്ലേ. അയാള് പോയിട്ട് എന്ത് ചെയ്തു? കറുത്ത പാമ്പിനെ അയാള് കൊന്നു തിന്നു. ഫമാത്ത, അയാള് മരിച്ചു. ഇത് ഷെയ്ഖ് ഫൗസാൻ പറയട്ടോ, ഞാൻ പറയല്ല. ഈ ഉദാഹരണം ഷെയ്ഖ് ഫൗസാൻ ഇന്നും ജീവിച്ചിരിക്കുന്ന കിബാറുകളിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. അയാള് മരിച്ചു. ബുഖാരിയിലുള്ളത് എന്താ?
ബുഖാരിയിലുള്ളത് അൽ ഹബ്ബത്തു സൗദ എന്നാ. എന്താ ഹബ്ബത്തു സൗദ? എന്താ അതിന് പറയല്? കരിഞ്ജീരകം. കരിഞ്ജീരകം എല്ലാ രോഗത്തിനുള്ള മരുന്നാണെന്നാണ് ബുഖാരിയിലുള്ളത്. പക്ഷേ അയാൾ വായിച്ചത് അൽ ഹയ്യത്തു സൗദ എന്ന പ്രിന്റിൽ വന്ന ചെറിയൊരു ഇത്. പക്ഷെ അത് തിരിയുന്നവൻ അത് തിരിയും. കിതാബുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണെങ്കിൽ ആ പറഞ്ഞത് എന്താന്നുള്ളത് അയാൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. പക്ഷെ ഇതൊന്നും തിരിയാതെ ഇതൊക്കെ ഞാനൊക്കെ ആലിമാണ് അല്ലെ, എനിക്കെന്താ എന്റെ ഉസ്താദിന്റെ ഷേഖ് കിതാബാണ്, ഇതാണ് ഇതുകൊണ്ടുള്ള സംഭവിക്കുന്ന അബദ്ധം. എന്നിട്ട് ഷേഖ് ഫൗസാൻ പറയാണ് ലിഅന്നഹു ലം യസ്അൽ അഹ്ലൽ ഇൽമി. ഇയാള് പണ്ഡിതന്മാരോട് ചോദിച്ചില്ല. അയാള് അതനുസരിച്ചിട്ട് അയാള് പിന്നെ ഇത് ചെയ്തു. എന്നിട്ട് ഷേഖ് ഫൗസാനെ വീണ്ടും വിശദീകരിക്കുന്ന എന്താ പറയുക, ഞാൻ കുറച്ച് ഇടക്ക് വിടുന്നുണ്ട് കേട്ടോ, പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. അത് പിന്നെ നമുക്ക് പിന്നെ ഇത് കിട്ടും, ഇതിന്റെ ഓഡിയോ ഇതൊക്കെ നമുക്ക് കിട്ടും. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം കൂടി. അജൽ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഖുദ് കിതാബ്, നീ ഒരു പിന്നെ ഗ്രന്ഥം എടുക്ക്. മിൻ കുത്തുബി തിബ്ബി, പിന്നെ മെഡിക്കൽ പിന്നെ സയൻസിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം. വക്രഹ്, എന്നിട്ട് നീ അത് വായിക്ക്. ഓ അങ്ങനെ വജുരിഹന്നാസു വശുഖിക ബുതൂനഹും വഖുൽ അന തബീബൻ. അപ്പോ അതിൽ എഴുതപ്പെട്ട പിന്നെ ഡോക്ടറേറ്റിന് പഠിക്കാനുള്ള ഗ്രന്ഥം വായിച്ചു. എന്നിട്ട് ചിരിക്കാണ്. അങ്ങനെ പിന്നെ ജനങ്ങൾക്ക് മുറിവ് പറ്റി, നീ എന്ത് ചെയ്യാന്? ഓപ്പറേഷൻ ചെയ്യാണ്, ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട്. ഷേഖ് ഫൗസാൻ ചോദിക്കാണ്, ഇത് പറ്റുമോ? അപ്പൊ ഇത് പറ്റുമോ? എന്ത് ആ വിഷയത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ അയാൾ പഠിച്ചിരിക്കണ്, മെഡിക്കൽ സയൻസ് കേൾക്കാനുള്ള ബുദ്ധിയും കഴിവൊക്കെ ഉണ്ട്. എന്നിട്ട് അയാൾ ഓപ്പറേഷൻ ചെയ്യാണ്. ഇത് പറ്റുവാന്ന്. എന്നിട്ട് ഷെയ്ഖ് ഫൗസാൻ ചോദിക്കുന്ന ചോദ്യം, അത് നമ്മുടെ ഇതിന്റെ ഇത് തീർന്നിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ ഇനി ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഇതാ കാന ഹാദാ ഫി തിബ്ബി, തിബ്ബിന്റെ കാര്യത്തിൽ പോലും ഇതാണ് ഇത്ര ഗൗരവമാണ് വിഷയമെങ്കിൽ ഫകൈഫ ബിൽ ഇൽമി, ഇൽമിന്റെ വിഷയത്തിൽ എന്തായിരിക്കും? ഫകൈഫ ബി കിതാബില്ല, അള്ളാന്റെ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കും? വസുന്നത്തി റസൂലിഹി, അവന്റെ റസൂലിന്റെ സുന്നത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കും വിഷയം? അപ്പൊ ഒരു ഭൗതികമായ വിഷയത്തിൽ നമ്മൾ ഡോക്ടറേറ്റിന് അതിന്റെ വിഷയത്തിൽ എഴുതപ്പെട്ടുള്ള ഗ്രന്ഥം പിന്നെ പഠിച്ചിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ നിന്നാൽ അതിന്റെ എന്താ മനുഷ്യൻ മരിച്ചു പോകും, അതിലുണ്ടാക്കുന്ന അപകടത്തര. ഇത് ദുനിയാവിന്റെ ഒരു കാര്യം. എന്നാൽ അത് അള്ളാന്റെ കിതാബിൽ അള്ളാന്റെ റസൂലിലുണ്ട് സുന്നത്തുകൊണ്ട് ഈ കളി കളിക്കുകയാണെങ്കിലോ അതിന്റെ അപകടത്തര. എന്നിട്ട് ഷെയ്ഖ് ഫൗസാൻ പറയാണ്, ലാബുദ്ദ മിനൽ ഉലമ, അതുകൊണ്ട് പണ്ഡിതന്മാർ നിർബന്ധമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കിതാബ് തിരിയുന്ന ഒരാളാണെങ്കിൽ അയാൾ പണ്ഡിതന്മാരുടെ സഹായം തേടണം. അയാൾ അറബി കോളേജിൽ പഠിച്ചിട്ടുണ്ട്, നല്ല ഉസ്താദുമാർ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്, അയാൾ 6 കൊല്ലം 7 കൊല്ലമൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും എന്ത് ചെയ്യണം? അയാൾക്ക് പലതും അയാൾക്ക് തിരിയില്ല. പലതും നല്ല അധികവും അയാൾക്ക് പ്രശ്നങ്ങളായിരിക്കും. അത്ര പഠിച്ചാൽ തന്നെ, എങ്ങനെ പഠിച്ചാലും അതൊക്കെ എന്ത് ചെയ്യണം? പണ്ഡിതന്മാരോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം. പക്ഷെ ഇതൊന്നും തിരിയാത്തവന്റെ സ്ഥിതിയോ? അവരാണെന്ന് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലഘട്ടം വരും, നേതാക്കന്മാരായിട്ട് ജാഹിലിങ്ങളെ കൊണ്ടൊക്കും, അവര് ഫത്വ കൊടുക്കും, അവര് വഴിതെറ്റും, ജനങ്ങളെയും വഴിതെറ്റിക്കും. ഇബ്നു മസ്ഊദ് പറഞ്ഞു, വരാനിരിക്കുന്ന ഒരു കാലഘട്ടം ഖുതവാക്കൾ കൂടുതൽ ഉണ്ടാകും, ഉലമാക്കൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് കുറച്ച് ഗൗരവമുള്ള സംഗതിയാണ്. അപ്പൊ ഗ്രന്ഥങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങളാണ്, അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ കൂടി ഇത് സംബന്ധമായിട്ട് പറയാറുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മളത് വിശദീകരിക്കും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഞായറാഴ്ചകളിൽ നമ്മൾ ഒരു കിതാബ് ഇവിടെ വായിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിസാല ഉസൂൽ സുന്ന, അത് അതിന്റെ കോപ്പി വെച്ചിട്ട്, ആ ഗ്രന്ഥം വെച്ചിട്ട് നമ്മളത് പഠിക്കുന്നുണ്ട്. ഇവിടെ പറ്റുന്ന ആളുകൾ അതിൽ പങ്കെടുക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന രൂപത്തിലുള്ള ഇൽമ്, ശരിയായ ഇൽമ് നേടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വിഷയത്തിലൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اجرنا من النار، اللهم اجرنا من النار. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.